എൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്ത വർക്ക്സിൽ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 2 പ്രോജക്റ്റാണ് ഈ സംഭവിച്ചത്. ഒരു ഗാങ്സ്റ്റർ വന്നിട്ട് അയാൾ ഗാങ്സ്റ്റർ ആവുന്നതും ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. Art is very subjective. What you think is art may not be art for me. നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഇരട്ടപ്പേരുകൾ കുറവാണ്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്നുകൊണ്ട് ഒരാളെ ഇപ്പം നമുക്ക് എങ്ങനെ കളിയാക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ കൃഷാന്തിനെ കളിയാക്കണമെങ്കിൽ ഞാൻ കൃഷാന്തിനെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വിളിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണോ രസം വേണോ, ഇരുന്നാൽ കൊള്ളാല്ലേ എന്ന് പറയുന്ന ഈ രണ്ടുപേരും നമുക്ക് എല്ലാവർക്കും കൊള്ളാം. ഒരാളെ കളിയാക്കുന്നതല്ല, നമ്മൾ അവെയർ തന്നെയാണ്. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഈ സാധനം. 7th ഡേ കണ്ടു, ഇഷ്ടപ്പെട്ടു. ABCD വന്നപ്പോഴത്തേക്കും അതിന് ABCD ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉടനെ ടോവിനോ മെസ്സേജ് അയച്ചു, ഡു സംതിങ് വിത്ത് യു. ഒരു നാച്ചുറൽ പ്രോസസ് ആയിരുന്നു. നാച്ചുറൽ ആയിട്ട് മുടിയും ഒക്കെ വളരുന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്തത്. ഐ വിൽ നോട്ട് സിറ്റ് ആൻഡ് വർക്ക്. കാരണം എൻ്റെ അഡ്രിനാലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ക്രിയേറ്റിവിറ്റി വരില്ല. പുറകിൽ പൊളിഞ്ഞു വീഴുന്ന ഒരു കമ്പ് വന്ന് നിരഞ്ജിന്റെ പുറത്ത് കുത്തിയപ്പോ പെട്ടെന്ന് നിരഞ്ജൻ ചാടി എഴുന്നേറ്റ് വീണ്ടും നിരഞ്ജന്റെ അടുത്ത് നിന്നിട്ടാണ് ഷതട്ടാ ഞാൻ ചിലപ്പോൾ ഇത് ചത്തു കൊണ്ടുപോകും. എനിക്ക് സിനിമ പ്രോസസ്സാണ് ആർട്ട്. ലൈക്ക് വൈൽ മേക്കിംഗ് ഇറ്റ്, ആ വൈൽ മേക്കിങ്ങിൽ കിട്ടുന്ന കെമിക്കൽ ചേഞ്ചസ് എൻ്റെ ബോഡിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സന്തോഷം തോന്നിക്കും. പൃഥ്വിരാജ് മെസ്സേജ് അയച്ചു കണ്ടിട്ട്. എൻ്റെ പഴയ നെയ്ബർ പെങ്കൊച്ചു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് ടെലഗ്രാം ഇറങ്ങുന്നത്? ടെലഗ്രാം ഒരു OTT അല്ല. സംഭവ വിവരണം 4.5 സംഘം സീരീസിൻ്റെ സംവിധായകൻ കൃഷാന്തും ആക്ടർ സഞ്ജു ശിവറാം, രണ്ടുപേർക്കും സ്വാഗതം. നമസ്കാരം. ഈ സംഭവ വിവരണത്തിൻ്റെ ഒരു ഇപ്പോൾ പ്ലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നെറേറ്റീവോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നുണ്ട്, ഭയങ്കര കോംപ്ലക്സ് പരിപാടിയിലേക്ക് പോകുന്നുണ്ട് സാധനം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് ഇത് ഭയങ്കര ഒരു 1 ലൈനിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളോട് ഈ സീരീസിൻ്റെ ഒരു മൂഡ് അല്ലെങ്കിൽ ഇത് ഏതിൽ പെടുത്താം എന്ന് മേക്കറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു മേക്കർ പെർസ്പെക്റ്റീവിൽ എന്താ പറയാൻ പറ്റുക? ഞാൻ അവിടെ സൈലന്റ് ആയിട്ടിരിക്കും. കാരണം എനിക്ക് ഇത് തോന്നിയപ്പോൾ കുറെ ഏരിയയിൽ സിനിമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്, കുറെ ഏരിയയിൽ ഭയങ്കര റിയലിസം നോക്കിയിട്ടുണ്ട്. അത് ഒരു പെർസ്പെക്റ്റീവ് ഇല്ലല്ലോ, ഒരു പർട്ടിക്കുലർ ഒരു സ്ലോട്ടിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ സംഗതി. അതെ അതെ, അതല്ല അങ്ങനെ ചോദിക്കുന്ന ആൾക്കാര് ഈസ് എ പ്രോബ്ലം ഫോർ മീ. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു നിങ്ങൾ കണ്ടാൽ മതി എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ഫിലിം മേക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് പ്രോബ്ലങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ലൈനിൽ പറയൂ, എലിവേറ്റർ പിച്ച് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇപ്പോൾ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എങ്ങനെ എലിവേറ്ററിൽ പിച്ച് ചെയ്യാൻ പറ്റും? അത് മാർക്കറ്റിങ്ങും പ്രൊഡക്ഷനും മണിയൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ സംക്ഷിപ്തമാക്കാൻ പറയുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഗ്യാങ്സ്റ്റർ പരിപാടി ഫണ്ണാ, യാങ്സ്റ്റർ ഫൺ എന്നുള്ളവരാ. സഞ്ജു ആക്ച്വലി കൃഷാന്തിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്ന ടോവിനോ വഴിയല്ലേ? ആ കഥ എങ്ങനെയാണ് ഒന്ന് പറയാമോ? നമ്മൾ ഒരു എനിക്കൊന്ന് 10 വർഷത്തിന് മേലെ അന്ന് ഞാനും ടോവിയും ഞങ്ങൾ ഒരുമിച്ച് മൺസൂൺ മാംഗോസ് പറഞ്ഞ സിനിമ ചെയ്തിട്ട്, അപ്പം അത് കഴിഞ്ഞ സമയത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കൃഷാന്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പുള്ളി ഒരു സംഭവം പറഞ്ഞു അടിപൊളിയാണ്, അപ്പം നമ്മളൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പം ഞങ്ങളൊരുമിച്ച് അതിനകത്ത് കാസ്റ്റ് ചെയ്ത് അങ്ങനെ. അപ്പം എന്നാൽ പുള്ളി ഒന്ന് മീറ്റ് ചെയ്യണമെന്നത്. അപ്പം ഞാൻ വിളിച്ചപ്പോൾ കൃഷാന്ത് ബോംബെയിലാണ്. അപ്പം ഞാൻ വളരെ യാദൃശ്യമായിട്ട് ആ സമയത്ത് ബോംബെ പോകാനിടയായിരുന്നു. അപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടു. അവിടെ വെച്ച് അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് അന്നത്തെ കൃഷാന്തിന് അന്ന് ചെയ്ത ഷോർട്ട് ഫിലിം ഘോഡ 22 അല്ലേ, അത് അപ്പം അതൊക്കെ എന്നെ കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് അന്ന് പറഞ്ഞ കുറേ കഥകളും കുറേ കാര്യങ്ങൾ സബ്ജക്ട്സ് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ മറ്റ് ഇപ്പം ഈ പറഞ്ഞ സിനിമ പോലെ നല്ല രസമുള്ളൊരു ടൈറ്റിലും നല്ല രസമുള്ളൊരു സബ്ജക്റ്റുമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറേ കാലത്തെ ആ ബന്ധം ഇങ്ങനെ തുടർന്ന് പിന്നെ കൃഷാന്ത് ഫുള്ളി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നെ ആ ഒരു ജേണി അങ്ങനെ തുടങ്ങിയതിപ്പം 10 വർഷമായി. 10 വർഷം കഴിഞ്ഞു. എന്താ അത് ഒരു വലിയൊരു ഇവൻ നമ്മൾ 4.5 സംഘത്തിൻ്റെയൊക്കെ അന്ന് ജസ്റ്റ് ഇങ്ങനെ ഞാനിങ്ങനെ ഒരു സീരീസ് പരിപാടിയും ഇങ്ങനെ നോക്കിയിട്ട്, പക്ഷെ സീരീസ് ഒക്കെ ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. അതിന്റെ ഒരു സംഭവം അന്ന് ഇവിടെ ഒന്നും ആയിട്ടില്ല. 2015 അന്ന് എനിക്കൊന്നും ഒരു സീരീസും ഇറങ്ങിയിട്ടില്ല, ഇവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം അതിന്റെ ഒന്നും എന്താണെന്നറിയില്ല. പക്ഷെ ആ സമയത്ത് അതിനിടയ്ക്ക് എപ്പോഴോ കൃഷാന്ത് 2018 തോന്നുന്നു ഉത്സാഹ ഇതിഹാസം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തു, അത് വിൽക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് അതൊക്കെ അതങ്ങ് ചെയ്തു പോയി എന്നുള്ള സംഭവമാണ്. അപ്പൊ അത് കഴിഞ്ഞ് 2020 തോന്നുന്നു ഇതിന്റെ പ്രോസസ്സ് തുടങ്ങുന്നത്. അപ്പം അത് സോണി ലൈവ് ഇതുപോലെ ഇവിടെ നോക്കുകയും അപ്പം അത് നമ്മൾ ചെയ്യാം എന്നുള്ള അവസ്ഥയിലെത്തുകയും അതിൻ്റെ ഒരു
ഒരു പരിപാടി, അതിന്റെ പിച്ച് ടെക്കും അതും ഭയങ്കര മെസ്ഡപ്പ് പരിപാടിയാണ്. ആ, അപ്പം നമ്മൾ വളരെ പ്ലാൻ. അപ്പോൾ കൃഷാന്ത് ഭയങ്കര രസമായിട്ട് പിച്ച് ടെക്ക് എല്ലാം ഉണ്ടാക്കി. പക്ഷേ ഒരു ഫാമിലി എമർജൻസി വന്നു, ഒരു മെഡിക്കൽ ഓ. എമർജൻസി വന്നിട്ട് ആ പർട്ടിക്കുലർ ഡേറ്റിൽ നമുക്ക് എത്താൻ പറ്റില്ല. ഓ. അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പം അങ്ങനെ വന്ന് ഇത് ഇന്നത്തെ പോലെ അന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ അന്ന് വരാൻ പറ്റില്ല. ഇന്നിപ്പോൾ കൃഷാന്തിന് പറയാം എനിക്ക് ഇന്ന് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കോർപ്പറേറ്റ് അവർ ഇവിടെ വരുന്നു. ആവാസ് ചെയ്യാൻ പോലും ഇറങ്ങിയിട്ടില്ല. അതിലൊന്നും ഇറങ്ങിയിട്ടില്ല. ഇല്ല, അന്ന് ആ. വൃത്താകൃതി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഓ. വൃത്താകൃതിക്ക് അവാർഡൊക്കെ കിട്ടി, ഉം. ആ ഒരു സംഭവം. അപ്പം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൃഷാന്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഉം. പറഞ്ഞു ഇല്ല, മെഡിക്കൽ എമർജൻസി ആണ്, പോകണം, വൈഫിനൊരു എമർജൻസി ആയിട്ട് പോകണം, ഉം. ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രം ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയി ഹോസ്പിറ്റലിൽ നിന്നാൽ മതി, കൃഷാന്ത് ഇവിടെ ഞാൻ പോയി ഹോസ്റ്റലിൽ നിന്നിട്ട് ഇതൊക്കെ ഇത് ഡെക്കൊക്കെ ഉണ്ടാക്കി. മിസ്സാക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ? ആ ആ. അതെ. അപ്പം പറഞ്ഞു ഇല്ല അത് പറ്റില്ല. പറഞ്ഞു നീ എന്ത് ചെയ്യും? എനിക്കറിയില്ല മേനെ, എന്നൊന്നും അറിയില്ല, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പം എന്നാൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല, അതും പറ്റില്ല. പിന്നെ അവസാനം എന്നാൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായി. ഞാൻ എന്ത് ചെയ്യാനാ? അത് ഞാൻ എന്നിട്ട് document ഈ ഡെക്കും ഇതെല്ലാം കൊണ്ട് ഞാൻ ഡോക്യുമെന്റ് ഒക്കെ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ നിന്ന് പോയി കളക്ട് ചെയ്ത് ഈ സാധനം കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ പ്രസന്റ് ചെയ്തു. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവരോട് പറഞ്ഞു. അപ്പം ഞാൻ അവർ പ്രസന്റ് ചെയ്തപ്പോൾ അവിടെ നിൽക്കുന്നു എന്നെ ഹെഡ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഫോണിലൊക്കെ തോന്നി. ഞാൻ വെച്ചു പോയി, നശിപ്പിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ കഥ ഇതുപോലൊന്നും അല്ല, ഇതിന്റെ ഡയറക്ടർ ഉണ്ട്, പുള്ളി പുള്ളി വന്ന് നന്നായിട്ട് പറയും. അപ്പം ഇങ്ങനൊരു പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു. ഇല്ല നമുക്ക് പരിപാടി ഓക്കെയാണ്, നമ്മൾ ഐ മീൻ ഫർദർ നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ ഒരു സാധനത്തിലേക്ക് എത്തുന്നത്. തുടക്കം സഞ്ജുവിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? അതെ അതെ. അത് പക്ഷേ ഞാൻ പറഞ്ഞ അത് അതിലവർ കൺവിൻസ്ഡ് ആയ ചില കാര്യങ്ങൾ. ഒന്ന് കൃഷാന്ത് അന്നേരം എനിക്ക് വൃത്താകൃതി ഓൾറെഡി ഇറങ്ങി, അതിന് അവാർഡൊക്കെ കിട്ടി, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വലിയ വലിയ പേരുകൾ നോക്കിയിട്ടും എത്തി നിന്ന പേരുകൾ കൃഷാന്ത്, പിന്നെ അരുൺ ചേട്ടൻ, അരുൺ പി ആറിന്റെ ഒരു വെബ് സീരീസ്, ഇങ്ങനെ 2-3 സീരീസിൽ മാത്രമേ അവർ ഓക്കെ അടിച്ചു നിന്നുള്ളൂ. പക്ഷെ അവിടുന്ന് പിന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും കൺവിൻസ് ചെയ്ത് ഫോളോ ചെയ്ത് വരാൻ പറ്റുമെന്ന്. കാരണം നമ്മുടെ ഒരു സിസ്റ്റമേ അല്ല, അത് ഭയങ്കര പ്രൊഫഷണലായിട്ട് അവരുടെ രീതിക്ക് അനുസരിച്ച് പോകണം. അതൊന്നും അത്രയും പേഷ്യൻസ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടാവണമെന്നില്ല. ആ ഒരു പ്രോസസ്സ് കടന്നു പോകാനുള്ള നമുക്ക് സിസ്റ്റവും നമുക്കില്ല. പക്ഷെ അത് ഫോളോ ചെയ്ത് 5 വർഷം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. ഈ മൂന്നാമത്തെ കൊളാബറേഷൻ അല്ല ആക്ച്വലി ഇപ്പൊ സോണി ലീവായിട്ട് ഇപ്പൊ അവസവ്യൂഹം സോണി ലീവിലായിരുന്നു, പുരുഷവേദം ഡയറക്ട് റിലീസായിരുന്നു. മൂന്നാമത്തെ കൊളാബറേഷൻ 3 കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ കൊളാബറേഷൻ വിത്ത് OTT ഇനിയും തുടർന്ന് പിടിക്കാൻ പറ്റുന്ന സംഗതിയാണോ അതോ സംഘർഷമല്ല? ഞാൻ പറഞ്ഞ ആവാസവ്യൂഹം അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ അടുത്തല്ലേ സംഘർഷമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പായിട്ട് ഒന്നുമില്ല. പക്ഷേ ബേസിക്കലി സോണി ലിവ് വാസ് ട്രൈങ് ടു പ്രൊമോട്ട് ബെറ്റർ ഫിലിംസ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അപ്പൊ അന്ന് സോണി ലിവിന്റെ ക്യൂറേഷൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ രസമായിരുന്ന സമയത്ത് അവര് ആവാസവ്യൂഹവും പുരുഷപ്രേതവും എടുത്തു. അപ്പം അത് കാരണം, പക്ഷെ അത് സീരീസിന് എങ്ങനെ കോൺട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഞ്ജു പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ സീരീസ് ഓണായിട്ട് മാനേജ്മെന്റ് മാറി. അതായത് ആഫ്റ്റർ 2022 മാനേജ്മെന്റ് മാറി. അപ്പൊ അവര് കുറെ സീരീസുകൾ ഡ്രോപ്പ് ചെയ്തു. ദൈവം വെച്ചാൽ എനിക്ക് ആവാസവ്യൂഹം ഉണ്ടായിരുന്നു. ബൈ ദ ടൈം ആവാസവ്യൂഹം റിലീസായി, മാർച്ച് റിലീസായി. അല്ലെങ്കിൽ പോയി. അപ്പൊ ആവാസവ്യൂഹം കണ്ടപ്പോഴത്തേക്കും സംഭവം ആവാസവ്യം ഉണ്ട്, സോണിയിലുണ്ട്. അപ്പൊ ഇത് ഈ മെറ്റീരിയലിന് ഒരു പ്രശ്നമുണ്ട്. ഈ മെറ്റീരിയലിന് ഇത് നമുക്ക് പ്രസന്റ് ചെയ്യാൻ ഈസിലി പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് ഗാങ്സ്റ്റർ മാത്രമല്ലല്ലോ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് പക്ഷേ വൺ ഓഫ് ദ മെമ്പേഴ്സ് ദയർ, ഇപ്പം അന്നു ഉണ്ടായിരുന്നു, ദീപ ഉണ്ടായിരുന്നു. ഇവർക്ക് ആവാസവ്യൂഹത്തിന്റെ പരിപാടി ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ലൂപ്പിംഗ് സ്റ്റോറി ടെല്ലിങ്ങും അതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു മാജിക് ഓഫ് ഫിലിം മേക്കിംഗ് ഉണ്ട്. അപ്പം അത് ഇഷ്ടം. അപ്പോൾ അവർ കുറേയൊക്കെ ട്രസ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ വീണ്ടും സോണി അത് ഫുള്ളായിട്ട് ഓണാക്കിയത് പുരുഷപ്രേതം കഴിഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് ഓണായത്. എന്നിട്ട് പുരുഷപ്രേതം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു യെസ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അപ്പം ആ സമയത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി തന്നെ അറിയാം അങ്ങനെ ഡയറക്ടേഴ്സ്. ഇപ്പം നമ്മുടെ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും. അപ്പം പല ഡയറക്ടേഴ്സും വലിയ വലിയ ഡയറക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇവരുടെ പ്രോസസ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്. അത് ഫോളോ ചെയ്ത് ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ആൻഡ് അതിനിടയ്ക്ക് കൃഷാന്ത് 3 പടം അവരുമായിട്ട് ചെയ്തു, OTT ആയിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലാണ് അവർക്കും ഈസി, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്. അവരുടെ
അവരുടെ റിക്വയർമെന്റ്സ് പറയുമ്പോൾ, അവരുടെ സ്പെക്ക് പറയുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ള സാഹചര്യം ഉണ്ട്. അതായത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അത് ഇവിടെ ഇവിടെ നമ്മൾ കുറച്ചുകൂടി അൺഓർഗനൈസ്ഡ് സെറ്റപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ ഡിഫറൻസ് ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഈ 3 പടവും ഒട്ടിട്ടിൽ വരാൻ സാധിച്ചത്. സോണിക്ക് ആക്ച്വലി ഒരു മലയാളം ടീം, അങ്ങനെ ഒരു കോർ മലയാളം ഓഡിയൻസ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? മലയാളം ക്യൂറേഷൻ ടീം ഇല്ല. പിക്ക് ചെയ്യുന്നൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ക്രിപ്റ്റ് പിച്ചിങ്ങിന് വരുന്നതല്ലേ? ഉണ്ടായിരുന്നു. They had a nice team. Now there is 1 or 2 people there. I am not cleanly aware now. ദീപ എന്ന് പറയുന്ന ഒരു എൻ്റെ EP ഉണ്ട്. അപ്പോൾ അവർ ഈ വായിക്കും, സ്ക്രിപ്റ്റിലേക്ക് ഫുള്ളായിട്ട് വായിക്കുന്ന, ബുക്സ് വായിക്കുന്ന ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ളൊരു ഇതുണ്ട്. അന്ന് അന്നു ദീപ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്രിയങ്ക എന്ന് പറയുന്ന ലേഡി ഉണ്ടായിരുന്നു. പ്രിയങ്ക വാസ് ഫസ്റ്റ് പേഴ്സൺ അവർ അപ്രൂവ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ വന്നു. ഇവർക്ക് ഇവർ നല്ല ഫിലിം ബഫ്സുകളും ലിറ്ററേച്ചർ ബഫ്സുകളും ഒക്കെയാണ്. അപ്പോൾ ഇവർക്ക് റെഫറൻസ് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ വി ആർ നോട്ട് ഫൈറ്റിംഗ് എന്ന് വെച്ചാൽ ഞാൻ ഫൈറ്റ് ചെയ്യാനല്ല നിൽക്കുന്നത്, അവരും ഫൈറ്റ് ചെയ്യാനല്ല. വി ആർ ട്രൈങ് ടു മേക്ക് ദിസ് ബെറ്റർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ചില സാധനങ്ങൾ ഐഡിയോളജിക്കലായിട്ട് മാച്ചും ചെയ്യില്ലെങ്കിലും ഇത് ബെറ്റർ ആക്കാൻ വേണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ തന്നെ നിൽക്കും. അപ്പോൾ ആ ഈഗോയുടെ പ്രായം കഴിഞ്ഞു. അതുകൊണ്ട് പണ്ട് അങ്ങനത്തെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് പറയട്ടെ, അത് അവരുടെ അത് എന്തെങ്കിലും കാണും. അപ്പം പേഴ്സൺ വിത്ത് ദ മോസ്റ്റ് ലോജിക്കൽ, അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എല്ലാത്തിലും ഇതിൽ ആർഗ്യുമെന്റ് വരുമ്പോഴത്തേക്കും ലോജിക്കലി കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൺവിൻസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഈഗോ ട്രിപ്പുകളൊന്നുമില്ല. സീരീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ. അന്ന് ഈ ടോവിനോ, സഞ്ജു ഇവരുടെ ഒക്കെ പറഞ്ഞ സമയത്ത് ഈ സംഭവ വിവരണത്തിന്റെ ഒരു ഫോം ഉണ്ടായിരുന്നു. എത്തരത്തിലുള്ള ഫോം ആയിരുന്നു അന്ന്? ഇതേ സെയിം ഫസ്റ്റ് 6 എപ്പിസോഡ്സിന്റെ സ്റ്റോറി സെയിം ആണ്. മൈത്ര 2016 ഒക്കെ ആയപ്പോഴാണ് വന്നത്. അതപ്പോൾ മൈത്ര എന്ന് പറഞ്ഞ ക്യാരക്ടറില്ല, അത് ഞാൻ ഒരു ഗാങ്സ്റ്ററിന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചു അതിൻ്റെ ഇടയിൽ. അത് ഈ ടോവിനോയുടെ പടത്തിന് വേണ്ടി തന്നെയാണ് വായിച്ചത്. ഇവരുടെ മറ്റേ പടത്തിന് വേണ്ടി വാങ്ങിച്ചു. അത് ആക്ച്വലി പൈപ്പ് ലൈനിലുള്ള പടമാണ്. ഇല്ല അത് ഡ്രോപ്പ് ചെയ്യുന്നു വിശ്വസിച്ചിരുന്ന ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ സോ അന്ന് ടോവി ആകെ ഒരു പടം അഭിനയിച്ചിട്ടുള്ളൂ, സെവൻത് ഡേ. മൺസൂൺ മാംഗോസ് ഉണ്ട്, പിന്നെ ഒരു 2ാം ലോക മഹായുദ്ധം അങ്ങനെ കണ്ടു. അപ്പൊ ഞാൻ വേറൊന്നും കണ്ടില്ല. അപ്പൊ 7th ഡേ കണ്ടു, ഇഷ്ടപ്പെട്ടു. ABCD വന്നപ്പോഴത്തേക്കും അതിന് ABCD ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉടനെ ടോവിനെ മെസ്സേജ് അയച്ചു, ഓൺ ഡു സംതിങ് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പോൾ ടോവി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ ഒരു പൈലറ്റ് ഷോർട്ട് ഫിലിം ചെയ്തു. എന്നിട്ട് അതും കാണിച്ച് എന്നിട്ട് നമ്മൾ ഓണായി, പരിപാടി ഓണായി. ഞാൻ സഞ്ജു ഒക്കെ ഇത് ചെയ്തിട്ട് പിന്നെ പക്ഷേ ആ പ്രോജക്റ്റ് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാന്നുള്ള പരിപാടിയിലായിരുന്നു. അതോ ഒരു പ്രോപ്പർ പ്രൊഡക്ഷൻ എൻറ്റയർ മലയാള സിനിമ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ട്രൂത്ത് ഇസ് ദാറ്റ് നമ്മൾ മാക്സിമം 30 കോടിക്കകത്തല്ലേ പടം ചെയ്യുന്നത്. അപ്പൊ ഇൻഡിപെൻഡന്റ് അല്ലേ. പക്ഷെ 3 ലക്ഷത്തിനും പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില പ്രൊജക്ട് ചെയ്തിട്ട് പറയുമ്പോ ഇത്രയും പുറത്ത് പറയുന്നത് ബഡ്ജറ്റ് പറയുന്നത് പറയണ്ടെന്ന് പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് അത് ഇത്രേ ആയുള്ളൂ എന്ന് പറയും, അങ്ങനെ പറയുന്നത്. ഇത് അങ്ങനെ ആ സമയത്തായിരുന്നു ടോവി സഞ്ജു ഒക്കെ വന്നത്. അപ്പൊ ആ സമയത്ത് ഇത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ആദിനകൾ ഒരു പുസ്തകം വായിച്ചു. അപ്പോൾ അത് വായിച്ചപ്പോഴത്തേക്കും അതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. പിന്നെ മാഫിയ ഡോൺസ് ഓഫ് ബോംബെ എന്നങ്ങോട്ട് വന്നൊരു പുസ്തകം വായിച്ചു. അങ്ങനെ കുറേ ഇതിലൊക്കെ ഡോണുകൾ വന്നിരുന്നിട്ട് അവരുടെ ഓട്ടോബയോഗ്രഫി പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് ന്യൂസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പല ഇവൻസിലും ന്യൂസ് ഹാസ് മെയ്ഡ് ദം ഡോങ്ക്രി ടു ദുബായ് വായിച്ചു. അപ്പോൾ ഡോങ്ക്രി ടു ദുബായ് ആണ് വായിച്ചത്. അത് ഡോങ്ക്രി ടു ദുബായ് വായിച്ചു. അപ്പോൾ ഇതിലെല്ലാത്തിലും വില്ലൻ, ഈ ന്യൂസിന് വില്ലൻ ഗാങ്സ്റ്ററുടെ സംഭവത്തിൽ അയാളുടെ പല പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഡിഡ് ദ ഗാങ്സ്റ്റർ റൈറ്റ് ഇറ്റ് ഹിംസെൽഫ് ഓർ ഡിഡ് ഹി ഹാവ് എ ഗോസ്റ്റ് റൈറ്റർ? ഗോസ്റ്റ് റൈറ്ററിന്റെ കോൺസെപ്റ്റ് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ രഞ്ജിത്തിന്റെ സിനിമ പ്രാഞ്ചേട്ടൻ. പിന്നെ ഞാനും ഗോസ്റ്റ് റൈറ്റിംഗ് ഒരുപാട് ഈ ഇടയ്ക്ക് ചെയ്തു. അപ്പോൾ അത് നിറയെ പൈസ കിട്ടും. അപ്പോൾ എനിക്ക് ഗോസ്റ്റ് റൈറ്റിംഗ് പരിപാടി അറിയാം, കിക്കാണ്. അപ്പോൾ അത് കാരണം അങ്ങനെ മാറി. ഈ സഞ്ജു ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ടൈമിലായിരുന്നു 1000 ബേബീസിന്റെ. അത് ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റെടുത്തു. നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രതീക്ഷകളെക്കാട്ടിലും ഉറപ്പായിട്ടും നിങ്ങളും ഭയങ്കര സ്റ്റണ്ടായിരിക്കും അതിന്റെ റിസപ്ഷൻ സംബന്ധിച്ച്.
ഈ ഇയർ 2025 വരികയാണെങ്കിൽ സംഭവ വിവരണം റിലീസ് ഉണ്ട്. 2 സീരീസാണ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് എപ്പോഴും പല ആർട്ടിസ്റ്റും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കംഫർട്ട് ഫാക്ടർ ഈ ക്യാരക്ടറിൽ ഉടനീളം നിൽക്കാനുള്ളൊരു ടെൻഡൻസി, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണത്, അതിൻ്റെ ഓരോ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ. എന്താ ശരിക്കും ഈ സീരീസ് 2 ചെയ്തതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഉള്ള ഹൈ ശരിക്കും? ഞാൻ ഇതുവരെ എൻ്റെ കരിയറിൽ ഇതുവരെ ചെയ്ത വർക്ക്സിൽ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ഉള്ള 2 പ്രോജക്റ്റാണ് ഇത് സംഭവിച്ചത്. അത് സിനിമയിൽ ഇത് ഒരു ആക്ടറിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല, അതിൻ്റെ ആ ഒരു എൻ്റെ ആ പ്രൊഡക്റ്റ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിൽ. ഇപ്പം 1000 ബേബീസ് ആണെങ്കിലും ഇതിലാണെങ്കിലും ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അതേ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ പ്രൊമൈസും കുറെ കൂടി ക്ലാരിറ്റി വരികയാണ്. അപ്പം നമുക്ക് അത് അഭിനയിക്കുമ്പോഴും മറ്റേത് നമ്മൾ പലത് ഊഹിച്ചിട്ടാണ് പല കഥ. ഇപ്പം നമ്മൾ റൊഷാക്കിലെ അനിൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുമ്പോൾ അനിലിന് നമ്മൾ അതിനകത്ത് പറയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അനിൽ ഇപ്പം ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ അനിലിന് ചിലപ്പോൾ വിദേശത്ത് പോകണമായിരുന്നു, അപ്പോൾ അതിന് കുറേ പണം വേണം, അയാൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കുറേ പൈസ വേണം എന്നുള്ള അങ്ങനെ ആകെ ഫെഡപ്പായി നിൽക്കുക, വീട്ടിൽ നിൽക്കണ്ട അയാൾക്ക്. അപ്പം അങ്ങനത്തെ പല പ്രശ്നങ്ങളും അയാൾക്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ, പക്ഷെ അതിനൊന്നും അതിനെപ്പറ്റി ഒന്നും അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അതിനകത്തൊരു ലിമിറ്റഡ് ആണ് എങ്ങനെ വന്നാലും അത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ലിമിറ്റഡ് ആണ്. ഇവിടെ അതല്ല, ഇവിടെ ഭയങ്കര കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിനെ പറ്റിയും പറയുന്നുണ്ട്, എല്ലാവരുടെയും കഥ പറയുന്നുണ്ട്. അത്രയും ഡെപ്തിൽ പോകുമ്പോൾ ഒരു ആക്ടറിന് നിന്ന് പെർഫോം ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് ഓൾസോ നമ്മൾ പറയുന്ന കാര്യം കുറെ കൂടി കൺവിൻസിങ് ആണ് ആൾക്കാർക്ക്. അപ്പോൾ ആൾക്കാർക്ക് കുറെ കൂടി വർക്ക് ആവും, നമ്മുടെ ഇമോഷൻസും ഒക്കെ വർക്ക് ആവും, ആൾക്കാർക്ക് അതെല്ലാം അറിയാം. അപ്പം അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നിയിട്ട് സീരീസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നല്ല മേക്കേഴ്സിൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ, നല്ല മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ സമയം കിട്ടുമ്പോൾ അവരതിൽ അങ്ങനെ അങ്ങ് പോവും, ഇപ്പം ത്രിൽഡായിട്ട് പോകും. അത് അവർക്കതിൽ ഇൻഡെപ്ത് പോകാൻ അവർക്കറിയാം, ഇൻഡെപ്ത് പോകാൻ അങ്ങനെ ഞാൻ പറഞ്ഞാൽ അറിയുന്നവർക്ക് കാര്യങ്ങൾ അവർക്ക് ഇൻഡെപ്ത് പോവുകയും അതിനെപ്പറ്റി കൂടുതൽ രസകരമായി പറയാനും പറ്റും. ഇപ്പം ഇതിനകത്താണെങ്കിൽ 4 സംഘത്തിൽ എത്ര ലെയർ ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഡോക്യുമെൻ്ററിയുടെ ലെവൽ പറയും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ഒരു ഡോക്യുമെൻ്ററിയിൽ പറയേണ്ട ചില കാര്യങ്ങൾ ഒരു സിനിമയിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കമേഴ്ഷ്യൽ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഓഫ് ബീറ്റ് സിനിമയിൽ നമ്മൾ പറയുന്ന പല പൊളിറ്റിക്സും പല ആശയങ്ങളും കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം ഇതിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കമേഴ്ഷ്യലായിട്ട് നമ്മൾ ഇയാൾ ഒരു ഗാങ്സ്റ്റർ വന്നിട്ട് അയാൾ ഗാങ്സ്റ്റർ ആവുന്നതും ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അയാളുടെ കുടുംബ പശ്ചാത്തലം കാണിക്കുന്നുണ്ട്. അയാളുടെ അച്ഛനാര്, അമ്മയാര്, അച്ഛൻ ജയിലിലാണ്, അല്ലെങ്കിൽ അയാൾ പഠിച്ച സ്കൂള്, അയാൾ താമസിക്കുന്ന സ്ഥലം, അയാൾ താമസിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിലും അയാൾക്ക് നഷ്ടപ്പെടാം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് വരികയാണ്. അയാൾ കണ്ടിരിക്കുന്നത് ഈ ആകപ്പാടെ ബഹുമാനം കിട്ടുന്നത് ഗുണ്ടകൾക്ക് മാത്രമാണ്. പിന്നെ എന്തുകൊണ്ട് പിന്നെ എനിക്ക് വേറെ എന്താ ഓപ്ഷനാണ് ഉള്ളതെന്ന് അയാൾ ചോദിക്കുന്നു. അപ്പം അങ്ങനത്തെ ഇതെല്ലാം നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട്. അയാൾ കാണിക്കുന്ന ഒരു സിമ്പിൾ ഓഫ് ഒരു പ്രൈഡ് എന്ന് പറയുന്ന ഒരു വാച്ചാണ് അയാൾ കാണുന്നത്. അപ്പം അയാൾ ഒരാളെ അടിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറം അയാൾക്ക് പ്രശ്നമായി നമ്മൾ അറിയുന്നു, അയാൾ മരണപ്പെട്ടേക്കാം എന്നറിയുന്നു. ആ ഘട്ടത്തിലും അയാൾ ആ പ്രൈഡിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഇവരെല്ലാം അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രയത്നിക്കുന്നത്. അങ്ങനെ അത്രയും ഡീറ്റെയിലിംഗ് ഉള്ളപ്പോൾ നമുക്ക് ആക്ടേഴ്സിന് വന്ന് പെർഫോം ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര സുഖമാണ്. 4 സംഘം ഒരു പരിധിവരെ ഒരു കമ്മിങ് ഓഫ് ദ ഏജ് പരിപാടിയും കൂടെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ അരിക്കുട്ടൻ എന്നുള്ള ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഒരു 16 വയസ്സ് മുതൽ അല്ലെ ഒരു 40s 19 to ഒരു 40 അല്ലെ ആ ഒരു ഏജ് വരെ പോകുന്നുണ്ട്. ഇത്തരം ഇപ്പൊ ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ ഒരു 5 വർഷ ഗ്യാപ്പോ അല്ലെങ്കിൽ 10 വർഷത്തിന്റെ ഇന്റർവെൽസോ സിനിമയിൽ മീൻസ് സീരീസിൽ കാണിച്ചിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ തമ്മിലെ ഡിസ്കഷനിൽ ഈ അരിക്കുട്ടിന്റെ ഒരു ഗ്രാഫ് എന്തായിരിക്കും ശരിക്കും? മീൻസ് ഇതിന് മുമ്പും ഇപ്പൊ ഈ 19 ഇയേഴ്സിന് മുമ്പുള്ള ഒരു ഗ്രാഫ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഒരു ഗ്രാഫ് ഉണ്ടോ, അത് ഇതിന്റെ ഇടയിലാണോ നിൽക്കുന്നത്? ഈ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവമാണ്. പക്ഷെ എന്നിരുന്നാലും ഇയാൾ ഈ 19 ഇയേഴ്സിൽ എത്തി നിൽക്കുമ്പോൾ അതിന് മുമ്പുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് എന്റെ അച്ഛൻ വെള്ളം മുങ്ങിയപ്പോൾ മാത്രമാണ് സ്കൂളിൽ പോയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പറഞ്ഞു, വീട്ടിൽ വെള്ളം കയറും, സ്കൂളിൽ നിന്ന് അരിയടിച്ച് മാറ്റിയിട്ടുണ്ട്, കൊച്ചു കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ സ്കൂൾ ഫേസിൽ നിന്ന് മറ്റിടത്തേക്ക് പോകുന്നൊരു സംഭവം എന്ന് പറയാൻ അത് ഭയങ്കര രസമാണ്. അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ പല ഷെഡ്യൂളായിട്ട് നമ്മൾ ബ്രേക്ക് നമ്മൾ ചെയ്യും. അപ്പം നമുക്ക് രൂപമാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് അത് സോണിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോജക്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് വേണം, നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളത് പെട്ടെന്ന് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഒരൊറ്റ സ്കെഡ്യൂളിൽ പോകാൻ തീരുമാനിക്കുക. ഒറ്റ സ്കെഡ്യൂളിൽ അപ്പം ഒറ്റ വഴി എന്ന് പറയുന്നത്
ഈ പറയുന്ന യങ്ങർ ഡേയ്സ് ആദ്യം എടുത്ത് പിന്നെ അല്ലെങ്കിൽ നേരെ റിവേഴ്സ് വരിക. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള സാധ്യതയില്ല. അപ്പോൾ പ്രായം കൂടിയത് ആദ്യം എടുത്തിട്ട് തിരിച്ചു പോകുക എന്നുള്ളത്. ആക്ച്വലി ഒറ്റ ഷെഡ്യൂൾ ആയിരുന്നു. 93 days കണ്ടിന്യൂസ് 120 days ഷൂട്ട്. അതിൻ്റെ ഇടയിൽ ഇവര് ഏറ്റവും മെലിഞ്ഞ് തുടങ്ങി. എന്നിട്ട് പിന്നെ ഇവര് ഡയറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൽ നിന്ന് ഫസ്റ്റ് 2 episodes കഴിയുമ്പോഴത്തേക്കും താടിയും ഒക്കെ വളർന്ന് അതായത് ഒരു നാച്ചുറൽ പ്രോസസ് ആയിരുന്നു. നാച്ചുറൽ ആയിട്ട് മുടിയും ഒക്കെ വളരുന്ന രീതിയിലാണ് ഷൂട്ട് ചെയ്തത്. മറ്റേ ഇതിലിരുന്ന ഫോഴ്സ് മെജോർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു പൊട്ടിയനല്ലേ. അതെ അതെ. ഞാൻ സത്യമായി സ്കെഡ്യൂൾ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എങ്ങനെ നടക്കും ഇത്. അല്ല, ഇപ്പൊ താടി വളരുന്നതിന്റെ ഒരു തോതൊക്കെ ഭയങ്കര ഇതാണല്ലോ. എല്ലാവർക്കും ഒരേപോലെ താടി വളരുന്നത്. അത് മാത്രല്ല ഭയങ്കര ടൈറ്റ് ആയിരുന്നു. കാരണം ഒരു ടൺ കണക്കിന് ആൾക്കാര്, അത്രയധികം സംഭവങ്ങൾ, ലൊക്കേഷൻ ഷിഫ്റ്റ്, ഇതെങ്ങനെ പോസിബിൾ ആണെന്ന് ചോദിച്ചു. ഈ പറയുന്ന പോലെ ഒരു കുറേ സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആരും അതിനകത്തില്ല. അതിനകത്ത് ആകെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൃഷാന്ത് മാത്രമാണ്. ഓക്കെ, അപ്പം അതല്ലാതെ വേറെ നമുക്ക് ഭയങ്കര സീനിയർ ആയിട്ടുള്ള അസോസിയേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ക്യാമറമാനാണ്. അങ്ങനെയൊന്നുമല്ല, എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പൊ ഇത് ഞാൻ വിചാരിച്ചിരുന്നത് നടക്കൂ, ഇത് തീരൂ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടെ, പോകുന്നിടത്തോളം പോകുന്ന പോലെ പോവാന്ന് വെച്ചിട്ട് അങ്ങനെ പോയത് സീരീസ് ആണ്. അപ്പം ഈ 1000 Babies കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഇതിലേക്ക് വരുമ്പോൾ ഒരു ഈ 19 വയസ്സെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ചാലഞ്ചായിരുന്നു സത്യം പറഞ്ഞു. കാരണം അത് എങ്ങനെ നടക്കും, എനിക്ക് കൺവിൻസ്ഡ് ആവണം. അപ്പൊ കൃഷാന്ത് പറഞ്ഞു കുറച്ചാൽ മതി, ഒരു 3 കിലോ കുറച്ച് നമുക്ക് പിന്നെ ബാക്കി ഡ്രസ്സിലൊക്കെ. അപ്പൊ എനിക്ക് കൂടുതൽ അത് കൺവിക്ഷൻ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ പറഞ്ഞു ഇല്ല, അത് പോരാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രീനാഥ് എന്നൊക്കെ യങ്ങറാണ്, ഇവരെല്ലാം എന്നെക്കാളും യങ്ങറാണ്. അപ്പൊ എനിക്ക് അതെനിക്ക് പറ്റൂല. അപ്പൊ ആ ഇതിൽ ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാനപ്പോ എനിക്ക് ആ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് പോലും എനിക്ക് കഥാപാത്രത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കൺവിക്ഷൻ വരും, ദാറ്റ് ഐ ആം യങ്, എനിക്ക് ആ ഏജ് ആണെന്ന് നമുക്ക് തോന്നുകയും ഞാൻ അതിന് വെച്ച് എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ആ സമയത്ത് എൻ്റെ 18-19 വയസ്സാകുമ്പോൾ എനിക്ക് എന്ത് വെയിറ്റ് ഉണ്ടായിരുന്നു ആ വെയിറ്റിലേക്ക് ഞാൻ എത്തണം എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് എത്താനുള്ള ഓട്ടത്തിലായിരുന്നു. അത് ഞാനൊരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അതിൽ എത്തുകയും വേണം. എനിക്ക് അന്ന് ഞാൻ ഓടിയിരുന്നതും ഒക്കെ എത്രയാണോ അത്രയും ക്വിക്കായിട്ട് എനിക്ക് ഓടാൻ പറ്റണം. ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ്. അതെത്തിയാൽ എനിക്ക് മറ്റത് എത്തും എന്നുള്ള സംഭവമാണ്. അങ്ങനെ ഞാൻ അതിലേക്ക് ഓടി എത്തുകയായിരുന്നു ആ ഒരു പ്രോസസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ 93 days ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു ഒറ്റ സ്കെഡ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ പ്രെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് പോസിബിൾ ആക്കണം. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു ബഡ്ജറ്റ്, നമ്മുടെ മലയാളത്തിലൊരു വർക്ക് ഉള്ളപ്പോൾ ഉള്ളൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ അറിയാം. ഇപ്പൊ കൃഷാന്തിനെ പറ്റി എപ്പോഴും ബാക്കി അതർ വർക്ക് ചെയ്ത ആളുകൾ പറയുന്നത് ഭയങ്കര പ്രെപ്ഡ് ആണ്. അതായത് ഷോർട്ട് ഡിവിഷനും ബാക്കി കാര്യങ്ങളും മാത്രമല്ല, പ്രൊഡക്ഷൻ രീതിയിലും ഭയങ്കര പ്രെപ്ഡ് ആണ്. ഇതിപ്പോ എങ്ങനെ സെല് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്ന് അല്ല ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തുകൊണ്ടും കൂടെ ആയിരിക്കാം ചിലപ്പോൾ. എന്താണ് ശരിക്കും ഒരു പ്രെപ്പ് ഫ്രം ദ സ്റ്റാർട്ട് ഒരു പ്രെപ്പ് വരുന്നത്? ഇതിൻ്റെ അകത്ത് പ്രെപ്പ് ബേസിക്കലി എനിക്ക് 3 months പ്രീ പ്രൊഡക്ഷൻ വേണമായിരുന്നു. 2 months കിട്ടിയുള്ളൂ. പക്ഷേ ഐ സ്റ്റാർട്ടഡ്, നമ്മളൊരു 4 months മുമ്പേ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2 months എടുത്ത് എൻ്റെ ചീഫ് അസോസിയേറ്റ് നിഖിലും അസോസിയേറ്റ് ശ്രീലക്ഷ്മി ഇവരും കൂടി ചേർന്നിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി. ഷെഡ്യൂളിൻ്റെ കോൺസെപ്റ്റ് അവരെൻ്റെ അടുത്ത് ബൗൺസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് 2 episodes ഒരു പാക്കേജ് ആൻഡ് ദെൻ നെക്സ്റ്റ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് എപ്പിസോഡ് വൈസും കൂടെ ഒരു ഓർഡർ കിട്ടി. ഇതിൻ്റെ അത് എന്നുവെച്ചാൽ സെക്കൻഡ് എപ്പിസോഡ് ലാസ്റ്റ് ഫൈറ്റ് ആദ്യത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്യും. ഇത് 3 ദിവസം. പക്ഷേ എനിക്ക് 2 episode ഒത്താണ്. അപ്പം അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്തു. പിന്നെ ഓൾസോ ഡെയിലി പ്ലാൻസ് ഉണ്ട്. 8:30 ബി ഷോട്ട് തീർക്കണം, 9:30 ബി ഷോട്ട് തീർക്കണം. ഡെയിലി പ്ലാൻസ് ഉണ്ട്, സ്റ്റോറി ബോർഡ്സ് ഉണ്ട്, പ്രീവ്യൂസ് ഉണ്ട്. പിന്നെ ഓൾസോ ഇതിൻ്റെ അകത്ത് ആക്ടേഴ്സ് എല്ലാം ക്രേസി ഗുഡാണ്. അപ്പോൾ ഇവർക്ക് ഈ ഡിസൈൻ്റെ അകത്തൊരു സ്കോപ്പ് ഫോർ ഇംപ്രവൈസേഷൻ കൊടുത്തില്ലെങ്കിൽ ഇത് എഴുതി വെച്ചേക്കുന്നത് ചെയ്യുന്നത്. അപ്പം വിത്ത് സോണി ഐ ഹാഡ് ദ ലിബർട്ടി ഓഫ് നോട്ട് ഹാവിങ് സ്ക്രിപ്റ്റ് സൂപ്പർവൈസർ എന്ന് വെച്ചാൽ അവർ പറഞ്ഞു എന്തെങ്കിലും ഭയങ്കര അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഐ ഹാവ് ടു മെയിൽ ദം ആൻഡ് ആസ്ക് ഫോർ അപ്രൂവൽ. അല്ലാതെ എനിക്ക് ചെറിയ ഡയലോഗ്സ് ചേഞ്ച് ചെയ്യാനും ചില സീക്വൻസുകളുടെ ഐഡിയ ഹോളായിട്ട് ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റും. കോർ ഐഡിയ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബാക്കി എല്ലാ വർക്കിലും അപ്പോൾ അവർക്ക് ശരിക്കും സ്ക്രിപ്റ്റ് സൂപ്പർവൈസർ യൂഷ്വലി OTTസിലുണ്ട്. എനിക്ക് സോണിയുടെ അറിയത്തില്ല, പക്ഷേ യൂഷ്വലി OTTസിൽ സ്ക്രിപ്റ്റ് സൂപ്പർവൈസിങ്ങും എല്ലാം ഒക്കെ കാണാറുണ്ട്. എനിക്ക് ഹിന്ദിയിൽ നിന്നൊക്കെ ചെയ്തതിൽ എല്ലാത്തിലും സൂപ്പർവൈസൺ ഉണ്ട്. അപ്പോൾ ഡയലോഗ്സ് കനോട്ട് ബി ചേഞ്ച് ഒക്കെയാണ്. പക്ഷെ എനിക്ക് ചില ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദിസ് മെറ്റീരിയൽ മോർ ഓൺ ദ പ്രോസസ്. ചിലപ്പം എൻ്റെ ആര്യക്കുട്ടൻ്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ലായിരിക്കും, പക്ഷേ ഈ ആർട്ടിസ്റ്റും കൂടെ വന്ന് അയാളും കൂടെ ഇത് ഡിസ്കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് സാധനം കിട്ടും. അപ്പം ഈ സാധനം ഒരു പുതിയ മെറ്റീരിയലാണ്. അപ്പം മറ്റേതും ഇതും കൂടെ വെച്ചിട്ട് നമ്മൾ വേറൊരു സാധനം ഡിസ്കവർ ചെയ്യാൻ
നോക്കുന്നത്. അപ്പോൾ അരിക്കുട്ടനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രശാന്ത് അലക്സാണ്ടറിന്റെ ബ്രൂസ്ലി ക്യാരക്ടറിന്റെ വാച്ച് ഊരുമ്പോഴത്തേക്കും സഞ്ജു ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം, ബ്രൂസ്ലിയുടെ സമയം കഴിഞ്ഞു എന്ന്. അത് ഇറ്റ് വാസ് വെരി ഗുഡ് ഡയലോഗ്. അപ്പൊ ഞാൻ ഇത് ഇട്ടിരുന്നു എഡിറ്റില്, വാച്ച് ഹിസ് ടൈം ഇസ് ഡൺ എന്നുള്ളൊരു സാധനം വെരി ഗുഡ് ആണ്. പക്ഷെ നമ്മള് ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡ്രാഫ്റ്റ് ആയപ്പോൾ ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര നെഗറ്റീവ്. പക്ഷേ നിങ്ങൾ ഓൾറെഡി നിങ്ങളാണ് ഇതിന്റെ അകത്ത് ഏറ്റവും നെഗറ്റീവ് ആള്. ഈസ് ദ ഓൺലി പേഴ്സൺ വിതൗട്ട് എനി റിഗ്രറ്റ്. ബാക്കി എല്ലാവരും റിഗ്രറ്റ് ഉണ്ട്. അപ്പൊ ഇതും കൂടെ പറയുമ്പോഴത്തേക്ക് ഒരു അപ്പൊ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നുള്ളതിന്റെ ഒരു അപ്പൊ ഈ പ്രോസസ്സിൽ ഇയൊക്കെ തന്നെ അങ്ങനെ ഒരു സാധനം പറയാൻ വേണ്ടിയുള്ള വിൻഡോ അവിടെ കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഷുഡ് ഫീൽ ദാറ്റ് അതിനുള്ള ടൈമും കൂടെ ചെറുതായിട്ട് ഒരു 1-2 hours ഉണ്ട്. അതായത് ഇംപ്രവൈസേഷൻ വന്ന് അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്വിക്കായിട്ട് അടിച്ചു തീർക്കുമല്ല. എന്തേലും ഒരു സ്പേസ് അവരുടെ കോൺട്രിബ്യൂഷനും കൂടെ ക്ലിയർ ആയിട്ട് വന്നിട്ട് ഇതൊരു ജാമിങ് ആവാനുള്ള സ്പേസും കൂടെ ഈ പ്ലാനിൽ എനിക്കലും ഞാനും ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സീൻസ് പറയുന്ന പോലെ നമുക്കിവിടെ വേറെ എന്ത് ചെയ്യാൻ പറ്റും, അത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് സാധ്യമാവുന്നതല്ല. അല്ല പക്ഷെ അതുണ്ടായിട്ടുണ്ട്. അത് ഒരു വിൻഡോ ഫോർ ഇതുണ്ട്. കാറിലിരുന്ന് വണ്ടിയിലിരുന്ന് ഇവർ സംസാരിക്കുമ്പോഴത്തേക്ക് എടാ നീ കിങ്ങിണിയെ കെട്ടു 2-3 ഡയലോഗ്സുകൾ. പക്ഷെ അവിടെ എനിക്കൊരു 5 എക്സ്ട്രാ സാധനങ്ങൾ കിട്ടി സഞ്ജുവിൻ്റെ. ഈവൻ മണീൻ്റെ നിന്ന് കിട്ടി. അതിലൊന്ന് പാൽ കഞ്ഞിവെള്ളം വെച്ച് നമ്മള് വിക്രമേണനെ ഇത് ചെയ്തിട്ടില്ലെന്ന്, ഇവിടം വരെ വരാൻ വേണ്ടിയല്ല ഇവിടം വരെ വന്നതെന്ന്. പിന്നെ അങ്ങനത്തെ ഒരു 4 സാധനങ്ങൾ കിട്ടി. അപ്പൊ കുറെ സാധനങ്ങൾ. പക്ഷെ ആ ഷോർട്ട് ഡിവിഷനിൽ നമ്മൾ ആകെ 2 ഷോട്ട്സേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഒന്ന് വൈഡ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വൈഡ് എന്ന് വെച്ചാൽ മിഡ് വൈഡ്, പിന്നെ ഒന്ന് മണിയൻ്റെ ക്ലോസ്. ആ വണ്ടി പോകുന്ന വഴിയുടെ മലയിലുള്ള വൈഡ് ആംഗിൾ ഇല്ല, അല്ലെങ്കിൽ വണ്ടിയുടെ വീലിന്റെ ഷോട്ടിൽ മലയിലുള്ള വൈഡ് ആംഗിൾ 2 മണിക്കൂർ കൂടുതൽ എടുക്കും. അതിന് മുകളിൽ കയറിപ്പോയി അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് വഴി ലൈറ്റ് അപ്പ് ചെയ്ത്, അതുപോലെ വീലിന്റെ മൗണ്ട് വന്ന് കാർ മൗണ്ട് വന്ന് അത് സെറ്റ് ചെയ്യാൻ 3 മണിക്കൂർ എടുക്കും. അപ്പം അങ്ങനെ അല്ലാതെ ഇൻട്രസ്റ്റിംഗ്ലി എങ്ങനെ ഷോർട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളത് കൂടെ നോക്കും. കാരണം ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഫിലിം മേക്കിംഗ് ഒന്നും അല്ല കാണുന്നത് ദിസ് പീപ്പിളിനെയാണ്. അപ്പം അവരെ നമ്മൾ എങ്ങനെയെങ്കിലും പ്രോപ്പറായിട്ട് കവർ ചെയ്ത് ചെയ്യണം. പിന്നെ ഫിലിം മേക്കിങ്ങിന് എനിക്ക് സ്പേസ് ഉണ്ട് എല്ലാ എപ്പിസോഡിലും. ഐ ഓൾസോ ഗെറ്റ് 8 days. ഇപ്പോൾ ഒരു എപ്പിസോഡിന് ഓൾമോസ്റ്റ് 12-13 days ആണ് ഒരു എപ്പിസോഡിൻ്റെ ഷെഡ്യൂൾ ലെങ്ത്. അതിൽ 8 ദിവസത്തോളം എൻ്റെ ആണ്, ഇവർ ഒബ്ജക്ട്സ് ആണ്. കാരണം നമ്മൾ സീക്വൻഷ്യൽ ആക്ഷനും ഡയറക്ഷനും എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ആക്ഷൻ സീക്വൻസ്, ആൻറ്റിസിപ്പേഷൻ സീക്വൻസ്, ഫൈറ്റ് ഒക്കെയാണ്. ഇതിന് 8 ദിവസമുണ്ട്. ബാക്കി 5 ദിവസം കൊണ്ടാണ് ബാക്കി 50 മിനിറ്റ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ അവിടെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അവിടെ ആർട്ടിസ്റ്റിന്റെ ഏരിയയാണ്, അവര് ചെയ്യും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും ഡീറ്റെയിൽഡ് പ്ലാനിങ് ഞാൻ വേറെ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ ഇതിന്റെ നമ്മൾ ഈ പറഞ്ഞ സ്കെഡ്യൂൾ നമുക്ക് അയച്ചു തരുമ്പോഴും അതിനകത്ത് ഡീറ്റെയിലിംഗ് കാണുമ്പോൾ അത് ഭയങ്കരമാണ്. അത്രയും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പം ഭയങ്കര ബെറ്റർ ആയി. ഇപ്പൊ ഇതും കൂടെ ChatGPT കൂടെ വന്നു, ഇതെടുത്ത് പ്രിസൈസ് ആക്കാൻ പറ്റും. അപ്പൊ ഇതിനെ ടൈം വെച്ച് ഡിവൈഡ് ഒക്കെ ചെയ്യാൻ പറ്റും. അത് പക്ഷെ ഭയങ്കര രസകരമായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള. ആൻഡ് ഓൾസോ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള അതായത് ടെക്നീഷ്യൻസ്, ഇപ്പം ആർട്ടിസ്റ്റിന് എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു കുറച്ച് നേരത്തെ ബ്രേക്കും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ഫുള്ളി നമ്മൾ ഫിസിക്കലി എത്ര അല്ല നമുക്കൊരു ബ്രേക്കൊക്കെ ഇടയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടും. പക്ഷേ ഈ ടെക്നീഷ്യൻസ് ഉണ്ട്, ഇവർക്ക് ഈ 120 ദിവസം ഒരു നിൽക്കില്ല, പറ്റില്ല അവർക്ക്. കാരണം അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്റ്റേയിലായി പോയിട്ട് ഒരു മോണോട്ടോണസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. അവർക്കും ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കും ബ്രേക്ക് കൊടുത്തെന്ന് വെച്ചാൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ പലർക്കും അവർക്ക് അല്ല അവര് ഈ 2 ദിവസം അവർക്ക് ബ്രേക്ക് ആണ്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ബ്രേക്ക് കിട്ടുന്നത്. മലയാളം സിനിമയിൽ ലേഡീസിന് ബ്രേക്ക് ഒരു റൊട്ടേഷനിൽ ബ്രേക്ക് നടത്തിക്കൊണ്ടിരിക്കും. അതെ അതെ, ഈവൻ ഫീമെയിൽ ആയിട്ടുള്ള അസിസ്റ്റൻസിനൊക്കെ ആണെങ്കിലും അവർക്ക് അവർക്ക് ഐ മീൻ ബ്രേക്ക് വേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് അത്രയും കൊടുത്തിട്ടുണ്ട്. അത് കുറെയൊക്കെ റൊട്ടേഷനിൽ പോകും. പിന്നെ കുറെയൊക്കെ നമുക്ക് ഇവർ ബേൺ ഔട്ട് ആവുന്ന അറിയാൻ പറ്റും. ഇവരുടെ എഫിഷ്യൻസിയും പ്രസൻസ് ഓഫ് മൈൻഡ് പോകുമ്പോഴത്തേക്കും ടേക്ക് എ ബ്രേക്ക്, സിറ്റ് ഇൻ യുവർ റൂം. ആൻഡ് ഇത് ഒഫൻസീവ് അല്ല, ലൈക്ക് എന്നിട്ട് വേറെ ഷാർപ്പായിട്ട് നമ്മൾ പരിപാടി ചെയ്യും. അവർ തിരിച്ചു വരുമ്പോൾ ഇവർക്ക് ബ്രേക്ക് കിട്ടും. അത് പോസിബിൾ ആവുന്ന എങ്ങനെയാണെന്നാണ് ചോദ്യം. പക്ഷെ അത് പോസിബിൾ ആയി എന്നുള്ളതാണ് ഈ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്ത സംഭവം ഈ 3 മാസം പ്രീ പ്രൊഡക്ഷൻ പോരാ, ഈ 120 days പോരാ, ഈ 93 days പോരാ. ബട്ട് നമ്മൾ ചെയ്തു ബഡ്ജറ്റ് എല്ലാം ഡബിൾ വേണം നമുക്ക്. ഇത് ആക്ച്വലി ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നം കൂടെയാണല്ലേ. ഇപ്പോൾ ബാറ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആകെ ഒരു
ആൾക്കാർ ADs മാത്രമാണല്ലോ. അപ്പോൾ ഇവർക്ക് ബ്രേക്ക് വേണം, ഇവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അതെ. ചാർജ് ചെയ്യാൻ ഒരു സമയം കൊടുക്കണം എന്നുള്ളത് അല്ല മേൻ, അത് ഓരോ പ്രൊഡക്ഷൻ്റെ സംഭവമാണ്. ഇതിൻ്റെ അകത്ത് നല്ലത് ചീത്ത നന്മ തിന്മ എന്നൊന്നുമില്ല. ചില സ്ഥലത്ത് കിട്ടത്തില്ല, ചില സ്ഥലത്ത് കിട്ടും. അത് ദാറ്റ്സ് ഓക്കെ. അത് ഇപ്പം ഇഫ് ഐ ആം എൻ AD ആൻഡ് ഐ ഗോ ടു എ പ്ലേസ് ആൻഡ് ദ വർക്ക് പ്ലേസ് ഇസ് നോട്ട് എന്തോ എനിക്ക് റിവാർഡിങ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് മാറിക്കോണം. അല്ലാതെ അവിടെ നിന്നിട്ട് ആ ഫുൾ സഫറിങ്ങും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ ബ്ലെയിം ചെയ്യാനൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇത് സെൻസിബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല ഇത് ചെയ്യുന്നത്. നമ്മളൊരു ക്ലോക്ക് ടിക്കിങ്ങിലും മണി റണ്ണിങ്ങിലും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും എമ്പത്തറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യാനൊന്നും ഈ പ്രോസസ്സിൻ്റെ അകത്ത് പറ്റത്തില്ല. ആകെ തെറി വിളിക്കാതിരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇപ്പം എനിക്കറിയാം ചില സ്ഥലങ്ങളിൽ എൻ്റെ ADസിൻ്റെ റൂംസ് അത്ര നല്ലതല്ല, എനിക്കറിയാം. എൻ്റെ മേക്കപ്പ് അസിസ്റ്റൻ്റെ റൂം നല്ലതല്ല എന്നൊക്കെ എനിക്കറിയാം. കോതമംഗലത്ത് വെച്ചാണ് ഇവിടെ. ബട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ആൻഡ് ചേഞ്ച് ഇറ്റ്, നോട്ട് ബിക്കോസ് എൻ്റെ എമ്പത്തി മീറ്റർ നല്ലതല്ലാണ്ട് ഹ്യൂമാനിറ്റി ഒന്നുമല്ല. ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം റൈറ്റ് നൗ. മൈ പ്രോബ്ലം ഈസ് ഫിനിഷിങ് ദി ഷെഡ്യൂൾ ഓൺ ടൈം. ആ ഡിപ്പാർട്ട്മെൻറ്റുകാർ അവരെന്തെങ്കിലും ഡിസിഷൻ എടുത്തായിരിക്കുമല്ലോ ഈ പ്രൊഡക്ഷൻ്റെ ആൾക്കാരെ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ റൂം അവൈലബിൾ അല്ലായിരിക്കും, പറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരും ചെയ്യില്ലെന്ന് ഞാൻ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. തെറ്റാണ്, പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്ന ആരും കൊണ്ട് അപ്പം സംവെയർ അത് ഞാൻ ഡീല് ചെയ്യേണ്ട. അപ്പോൾ ADസിൻ്റെ പ്രോബ്ലം നമ്മളിങ്ങനെ പറയുമ്പോഴും നമ്മളതിനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു സെൻസേഷണലൈസേഷൻ പതുക്കെ നമ്മുടെ ഇൻ്റർവ്യൂ പരിപാടികളിലൊക്കെ വരുന്നുണ്ട്. ലൈക്ക് സോറി ടു സേ. അപ്പോൾ അത് പക്ഷെ അങ്ങനെയല്ല. ഞാൻ പറയുന്നത്, ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ AD ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ പേര് പോലും അറിയത്തില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നൈസ് 2 ദിവസം മുങ്ങി മാൻ രാജസ്ഥാനിൽ വെച്ച്. ഞാൻ പോയത് പോലും അറിയില്ല. ഞാൻ തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കയറി. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഡെസ്പിറേഷനും ആസ്പിറേഷനും എല്ലാം കൂടെയൊക്കെ ചേർന്ന ഒരു സാധനമാണ്. പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ്, ഇഫ് യു ഫീൽ ദാറ്റ് യു ആർ മിസ്ട്രീറ്റഡ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ലൈഫ് ടൈം 2025 നിങ്ങൾ മിസ്ട്രീറ്റഡ് ചെയ്യണമെങ്കിൽ കോൾ ഔട്ട് ചെയ്യാനുള്ള സാധനമുണ്ട്, വാക്ക് അവേ ചെയ്യാനുള്ള സംഭവമുണ്ട്. AD സാധനത്തിലെ പ്രിവിലേജ് അത്ര എളുപ്പമാണോ ഈ പറയുന്ന? അല്ല, അത് പ്രിവിലേജ് അനുസരിച്ചാണ് വാക്ക് അവേ. ഇപ്പം ഒരു ഇതിൽ നിന്ന് മാത്രം ADയിൽ പൈസ ഇല്ലല്ലോ, അപ്പോൾ ഇത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന പണിയല്ലേ. ADക്ക് പൈസ ഭയങ്കര കുറവാണ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന പണിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാഷൻ മാത്രമേ ഉള്ളൂ, പാഷനും ഇത്. ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഇത് ബാഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ പോകണം. എനിക്കറിയാന്നുള്ള എത്ര ADs ഉണ്ടെന്നോ ഡയറക്ടർമാർ അമ്മയ്ക്ക് വിളിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ളത്. എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഞാനും ജസ്റ്റ് മിസ്സാണ് രക്ഷപ്പെട്ടു. അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ സാധനം വെച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഈ ഹോൾ പിക്ചർ കൊടുക്കാൻ പല സെറ്റുകൾക്കും പറ്റാറില്ല. നമുക്കത് പറ്റാറുണ്ട് കേട്ടോ. അവർ ADs ആർ അവെയർ ഓഫ് most of the things that is happening. If they are very keen, they are aware of everything. അവരുടെ പാഷൻ അനുസരിച്ചാണ് അവരുടെ ഇത്. കാരണം ഇത് ക്ലോസ്ഡ് റൂം അല്ല. പാഷൻ അനുസരിച്ച് അവർക്ക് എൻകറേജ് ചെയ്ത് ഇതിൻ്റെ ഫുൾ പരിപാടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫിലിം മേക്കിങ്ങിൻ്റെ മാജിക്കും കൂടി കിട്ടുകയാണെങ്കിൽ എൻ്റെ പ്രോസസ്സിൽ എല്ലാവരും നിൽക്കും. പക്ഷെ പല സ്ഥലത്തും ADസിന് ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യാൻ എനിക്ക് ഇതിൽ ഭയങ്കര വഴക്കുണ്ടായ ഒരു സംഭവമുണ്ട്. എൻ്റെ ADസിനെ വെച്ച് ട്രാഫിക് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ പല ആൾക്കാരും ശമ്പളമൊക്കെ കുറവാണ്, അപ്പോൾ ദേ വോണ്ട് ടു സീ ഹൗ വി വർക്ക്, അതിന് വേണ്ടി. അപ്പോൾ അവരെ ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ യൂസ് ചെയ്യത്തില്ല എന്നാണ്. പക്ഷെ മസ്തിഷ്കവർണ്ണം ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ADസിൻ്റെ ജോലി ട്രാഫിക് ബ്ലോക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റും കുറവാണ്, എല്ലാമാണ്. ബട്ട് അതേ പറയും ബ്രോ ട്രാഫിക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സെറ്റിൽ നിന്ന് തന്നെ ഫുള്ളായിട്ട് മാറി വയ്ക്കേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യാനും ഇത് കോർഡിനേറ്റ് ചെയ്യാനും. അപ്പോൾ എല്ലാ സമയം ഐഡിയലിസ്റ്റിക് ആയിട്ട് വർക്ക് because our industry is like that. We are not, to be honest, ആ ഒരു പ്രോസസ്സിലാണ് മൊത്തം ഫിലിം മേക്കിങ്ങിന്റെ ഒരു പരിപാടി ഫുൾ ഒരു സർക്കിളായിട്ട് വരുന്നത്, പഠിക്കുന്നതും ഇതല്ല. അപ്പം ഈ പല ADസും അവരെല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യും. അപ്പം ഇത് ഈ ഒരു പടത്തിൽ അവർ ചിലപ്പോൾ കോസ്റ്റ്യൂമിലായിരിക്കും, മറ്റേ പടത്തിൽ ചിലപ്പോൾ ആർട്ടിലായിരിക്കും. കാർത്തിക് എന്ന് പറയുന്നത് കാർത്തിക് ഇല്ലെങ്കിൽ കോസ്റ്റ്യൂം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സൂപ്പർ അല്ലേ. ലൈക്ക് ഐ പ്ലേസ് ഹിം ദേർ ആൻഡ് ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ. ഞാൻ അതിൽ വറി ചെയ്യത്തില്ല, അയാൾ വറി ചെയ്തോളൂ. ആൻഡ് ഹി ടേക്സ് ഓണർഷിപ്പ് ആൻഡ് എവറിബഡി ഈസ് നൗ വറീഡ്. പിന്നെ അവർക്ക് ഫുൾ, പിന്നെ ഓരോ സീനിന് മുമ്പ് നമുക്കൊരു ബ്രീഫിംഗ് ഉണ്ട്. ആ ബ്രീഫിംഗ് തുടങ്ങി വെക്കുന്നത് ഒരു AD ആണ്. അത് ഏറ്റവും പുതിയ ആളാണ് ചെയ്യുന്നത്. ഈ സീൻ ഫുൾ ഡിസ്ക്രിപ്ഷൻ, ഈ സീൻ നമ്മൾ ഇന്നാണ് എടുക്കാൻ പോകുന്നത്, ഇന്ന പ്രോപ്സ് വേണം, ഇന്ന കാര്യങ്ങൾ വേണം, ഇതെല്ലാം അത് എന്നിട്ട് കൃഷാന്ത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അവിടെ ഞാൻ പറയാം ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള AD ആണത് പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അവിടെ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഇല്ല. ഈ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ
ഇപ്പൊ 2 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, 2 കോടി രൂപയ്ക്ക്, മീൻസ് ആ ഒരു 2 എക്സ്ട്രീം അറിയുന്ന ആളാണ്. ഇപ്പൊ നമ്മൾ കാണുന്നതിൽ നിന്ന് നമുക്ക് അറിയുന്നത് ഇപ്പോ കൃഷാന്ത് ചെയ്ത ഏറ്റവും ബഡ്ജറ്റ് കൂടിയ വർക്ക് ആയിട്ടാണ് നാലര സംഘം തോന്നിക്കുന്നത്. ഐ തിങ്ക് മോസ്റ്റ് എക്സ്പെൻസീവ് ഇൻ മലയാളം ടു അല്ലേ, സീരീസ് വൈസ് മലയാളത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് സീരീസ് ആണ്. ആണ്. ശരിക്കും ഒരു ഈ ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേഴ്സണലി അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ ആസ്പെക്റ്റില് ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയാൻ പറ്റും, അതോ ഫുൾ പ്രോസ് ആണോ? അല്ല, എനിക്ക് ഐ വാണ്ടഡ് മോർ ബഡ്ജറ്റ്. ഇതിനെക്കാട്ടിലും കൂടുതൽ ഇതല്ലായിരുന്നു. പക്ഷേ നമ്മുടെ അടുത്ത് കുറെ എ ലിസ്റ്റർ സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെ പൊലിപ്പിക്കാൻ പറഞ്ഞു. there was this one discussion where we'll get more budget if we bring in വേറെ other stars. പക്ഷെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ we are all one team. നമ്മൾ ഇത് കുറെ കാലമായിട്ട് ഡിസ്കസ് ചെയ്ത് ശംഭുവിൻ്റെ അടുത്തൊക്കെ പോയി തിരുവനന്തപുരത്ത് നിന്ന് മലയാളം അയാൾ പഠിക്കുന്ന അങ്ങനെ എല്ലാവരും ഒരു ടീമാണ്. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റില്ല. ദെൻ വി തോട്ട് now we have this much money, how can we plan? So ഇതിലും എനിക്ക് ബഡ്ജറ്റ് ഇനഫ് അല്ലായിരുന്നു. അപ്പോൾ പക്ഷെ ഇതിൽ ഉള്ള ബഡ്ജറ്റിന്റെ പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും പല ക്രിയേറ്റീവ് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. മറ്റേത് എനിക്ക് പ്ലാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ പ്ലാൻ അല്ലാതെ സാധനങ്ങളൊക്കെ ഞാൻ പല സ്ഥലത്തും ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫിയുടെ ബഡ്ജറ്റ് എക്സ് എമൗണ്ട് ഓഫ് മണി ആണെങ്കിൽ എനിക്കൊരു ലോവർ ഓർഡർ ബൈക്ക് ഇങ്ങനെ സഞ്ജു പോകുന്ന സാധനം എടുക്കണം. അത് നമ്മുടെ ഇനീഷ്യൽ പ്ലാനിൽ ബിൽറ്റിൻ അല്ല. പക്ഷെ ഞാനും പ്രഭുവും കൂടെ ഡിസൈഡ് ചെയ്യും നമുക്ക് അത് എടുക്കാം, എന്നാൽ നമുക്ക് സഞ്ജുവിൻ്റെ ക്ലോസ് പോയിട്ട് വൈഡൊക്കെ പോകാൻ പറ്റും. അപ്പം അതിന് എക്സ് എമൗണ്ട് ഓഫ് മണിയോ അത് വേറെ എവിടെയെങ്കിലും കുറയ്ക്കാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല. ആൻഡ് ദിസ് പ്ലാൻ ഹാപ്പൻ വൈൽ ഷൂട്ട് എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ലോവർ ഓർഡർ ഉണ്ടെന്ന് അറിഞ്ഞു പോലും കൂടുതൽ. അപ്പോൾ ലൈക്ക് സിനിമയല്ലേ, അപ്പോൾ നമ്മൾ ബൈക്ക് സീൻ എടുക്കുന്ന വെച്ചാൽ ബൈക്ക് മൗണ്ട് എടുക്കും, ബൈക്കിൽ തന്നെ മൗണ്ട് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ബൈക്കിനെ ഒരു വണ്ടിയുടെ ബാക്കിൽ ബൈക്കിനെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് അങ്ങനെയൊക്കെ നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള പല ടെക്നിക്കൽ സാധനങ്ങളും ലാസ്റ്റ് മിനിറ്റ് ചേഞ്ചസ് എടുക്കാൻ പറ്റി. പിന്നെ ഓൾസോ വി ഹാഡ് ഗുഡ് സ്പേസസ് ടു സ്ലീപ്പ് വിച്ച് ഈസ് എ ചേഞ്ച്. നമ്മുടെ സ്പേസുകളല്ല നല്ല ഉറങ്ങാനൊക്കെ എന്നുവെച്ചാൽ റൂംസൊക്കെ അത് ഒരു വലിയ ചേഞ്ചാണ് നമ്മുടെ ടീമിന് ഫുള്ളായിട്ട്. അപ്പോൾ അത് ഐ റിയലി വാണ്ടഡ് ദാറ്റ് ഫോർ മോസ്റ്റ് പീപ്പിൾ. എനിക്കറിയാമെന്നുള്ള എൻ്റെ കൺട്രോളിലുള്ള ആൾക്കാരൊക്കെ അവർക്കൊക്കെ നല്ല സ്പേസസ് കിട്ടിക്കാണും. അതിൻ്റെ പ്രൊഡക്ഷൻ ഇത് ചെയ്ത് അപ്പം അതും ഒരു നല്ല ചേഞ്ചാണ്. പിന്നെ ചായയും വെള്ളമൊക്കെ പ്രോപ്പറായിട്ട് വരും, ഫുഡും ചായയും. പക്ഷെ നമ്മുടെ അടുത്ത് എത്തില്ല, ഇവർ മനഃപൂർവ്വം ചെയ്യുന്നില്ല. നമുക്ക് അപ്പോൾ ഷൂട്ട് ഇസ് ഡിവൈഡ് ഇൻടു 3 പാർട്സ്. ഒന്ന് കോർ എന്ന് നമ്മൾ വിളിക്കും, ഡയറക്ഷൻ ഡിവൈനെ കോർ എന്ന് വിളിക്കും, പിന്നെ ഹബ് എന്ന് വിളിക്കും, പിന്നെ എഡ്ജ് എന്ന് വിളിക്കും. എഡ്ജാണ് ഇവരിരിക്കുന്ന സ്ഥലം, അതായത് കാരവാൻസും ഇതൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ വന്നത്, പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സീനിയർ ആക്ടേഴ്സ് വന്ന എഡ്ജിലാണ്. എഡ്ജിൽ 2 ADs കാണും വോക്കിയിൽ. പിന്നെ ഹബ്ബുണ്ട്. ഹബ്ബ് എന്ന് വെച്ചാൽ ഔട്ടർ റിംഗ് ആണ്, അത് ഡയറക്റ്റ്ലി ഫീൽഡിലൊക്കെ പോയിട്ട്. പിന്നെ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടറിന്റെ കൂടെ നിൽക്കുന്ന സ്ഥലം. അപ്പം ഹബ്ബിൽ വീഡിയോ വില്ലേജൊക്കെ കാണും. അപ്പോൾ ഹബ് ടു കോർ കമ്പനി. അപ്പം ഞാൻ കോറിലായിരിക്കും എപ്പോഴും. എന്നിട്ട് ഞാൻ ഓടി വന്ന് ഹബ്ബിൽ നോക്കത്തേ ഉള്ളൂ. ഐ വിൽ നോട്ട് സിറ്റ് ആൻഡ് വർക്ക്, കാരണം എൻ്റെ അഡ്രിനാലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ക്രിയേറ്റിവിറ്റി വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്. വീഡിയോ വില്ലേജ് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയില്ലല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ വീഡിയോ വില്ലേജിൽ എൻ്റെ അസോസിയേറ്റ് അജിത്ത് ഇരിക്കും. വീഡിയോ വില്ലേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മറ്റേ മോണിറ്ററൊക്കെ വെച്ച് ഡയറക്ടർ കാണിക്കുന്ന സ്ഥലം. അപ്പോൾ 2 ക്യാംസ് ഒക്കെ ഉള്ളത്, 2 വീഡിയോയും ഓഡിയോയും. പിന്നെ അവിടെ അപ്പം അവിടെയും കൂളറൊക്കെ കാണും. പിന്നെ പതുക്കെ നമ്മൾ കൂളർ മാറ്റാൻ പറയും, കാരണം കൂളർ കാരണം എല്ലാവരും വന്ന് അവിടെ ഇരിക്കും. അപ്പോൾ ഓടി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പം കൂളർ വേണ്ട, എനിക്ക് കൂളർ ചുറ്റും തിരക്കില്ല. അപ്പം കൂളർ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടതാണ്, കാരണം എന്ന് വെച്ചാൽ ഐ ക്യാൻ സ്വെറ്റ്. ഞാൻ ഈ സ്വെറ്റ് ചെയ്യാൻ വേണ്ടി സ്പോർട്സിന്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പം അതിൽ അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് അത് മാനേജ് ചെയ്യുന്നത്. ഓൾസോ ഈ സമയത്ത് നമ്മളിപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പം നമുക്ക് അവിടെ ബഡ്ജറ്റ് കയറി അല്ലെ ബഡ്ജറ്റ് കയറും എന്നറിയുമ്പോൾ പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ കട്ട് ചെയ്യും. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തു, വാസി നമ്മൾ ഇത്ര സമയം കൊണ്ട് തീർത്തു, ഞാൻ ഇത്ര രൂപ സേവ് ചെയ്തു എന്ന് ഇതെനിക്ക് ചെയ്യാൻ പൈസ അവിടെ ഇടും. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര പ്രൊആക്റ്റീവായിട്ട് ഇങ്ങനത്തെ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സീനിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു, അപ്പോൾ ഡിലേ വരുന്നു, അപ്പോൾ അവിടെ എന്തായാലും കയറി, അപ്പോൾ അത് മറ്റേ വേറെ വിധത്തിൽ ബാലൻസ് ചെയ്യും. ചില സീനുകൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ എന്തെങ്കിലും സീൻ, അത് നമ്മളൊരു ബാത്റൂമിലുള്ള സീൻ നമ്മളൊരു 15-20 മിനിറ്റ് തീർന്നു, അത് ഭയങ്കരമായിട്ട് സമയം സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് വേറൊരു എക്സ്ട്രാ സാധനം അവിടെ കയറുകയും ഇതെല്ലാം വെച്ച് ബാലൻസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഒരിടത്ത് കയറി കഴിഞ്ഞാൽ മറ്റിടത്ത് ബാലൻസ് ചെയ്യും. അത് വിത്ത് 4 സംഘം എനിക്ക് ബഡ്ജറ്റിന്റെ കണക്ക് കിട്ടത്തില്ലായിരുന്നു. ദാറ്റ് ഈസ് വൺ പ്രോബ്ലം ദാറ്റ് ഐ ഫേസ് 4 സംഘം.
പക്ഷെ എനിക്ക് ഓവറോൾ ഒരു ദിവസം എത്ര ചിലവാകും എന്നുള്ളത് എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ തന്നു. നിതിൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു മാക്സിമം അതായത് നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ കൂടുതലുള്ള ദിവസം ഇത്രയാണ്. അപ്പോൾ ലൈക്ക് ഐ ന്യൂ ദിസ് മണി. അപ്പോൾ ഈ മണി അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതിൽ ഇന്ന സാധനം ഇല്ല, അപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ ഡെയിലി ക്ലൈമാക്സ് നമ്മൾ മറ്റേ ഇത് ഉത്സവം ഷൂട്ട് അതെ ചെയ്യുന്ന അതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ, കാരണം ഉത്സവം ഉണ്ട്, എത്ര 500 ആയിരം. 800 അതെ അതെ, എത്ര ആർട്ടിസ്റ്റ് 1000 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. എന്നിട്ട് ആന അങ്ങനെ ഇങ്ങനെ വന്നിട്ട് അപ്പം ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്യാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അന്ന് ബഡ്ജറ്റ് കുറച്ച്, സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്ക് നേരെ കട്ട് ചെയ്തു. ഇതെവിടെയും അറിഞ്ഞിട്ടില്ല, നമ്മൾ എവിടെയും അതിൻ്റെ ഒരു പ്രശ്നമേ അറിഞ്ഞില്ല. അത് മാനേജ് ചെയ്ത് പോവാന്നൊക്കെ പറയുന്നത് ഭയങ്കര കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പം കൃഷ്ണാന്തിന്റെ അസോസിയേറ്റ് നിഖിൽ, അവനൊരു വേറൊരു ഐറ്റമാണ്, ഭയങ്കര സംഭവമാണ്. അപ്പം നിഖിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിൽ ചിലയിടത്ത് വൻ തൻ്റെ ഇടം മറ്റേ സാധനത്ത് അത് പറ്റൂല കേട്ടാ പറഞ്ഞിട്ട് വൻ, അതായത് ഞങ്ങൾ ഈ 4 സംഘത്തിനേക്കാളും വലിയ ഗുണ്ടയാണ്. ചേട്ടാ നാളെ ഇത്ര മണിക്ക് കേട്ടാ, ഞാൻ ഇടാ കുറച്ച് ഇല്ല ചേട്ടാ പറ്റില്ല ചേട്ടാ. അങ്ങനത്തെ ഒരു ഭയങ്കര എല്ലാ തരത്തിലും ചെറിയ ടൈം പാളും. ഭയങ്കര രസകരമായിട്ട് അത് മാനേജ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതെല്ലാം ഈ ടൈം ബൗണ്ട് ആയിട്ട് ഈ ബഡ്ജറ്റും എല്ലാം കൺസിഡർ ചെയ്ത് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായിട്ട്. അത് ഒരു ചെറിയ അഡിഷൻ എന്ന് വെച്ചാൽ ഈ ടൈം ബൗണ്ട് വർക്ക് ചെയ്ത എന്തെങ്കിലും ഒരു ദിവസം ഒരു പാളൽ വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ടു ഫിനിഷ് ദ ഷെഡ്യൂൾ ഇൻ ദാറ്റ് ഡേ. ഇപ്പം നമ്മുടെ രാത്രിയാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ രാവിലെ 6 മണിയാകുമ്പോൾ നിർത്തണം. 5:30 to 6 മണി നമ്മൾ ഈ പോയ സാധനങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബോഡി അങ്ങ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അഡ്രിനാലിൽ കയറും. 6 മണിക്ക് റൂമിൽ വന്നാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല, കാരണം നമ്മൾ അങ്ങനെ നിൽക്കും. അപ്പൊ അത് എല്ലാ ദിവസവും ആകുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി കോർട്ടിസോളും ഹാർട്ടിനും എല്ലാ ബോഡിക്കൊക്കെ ഭയങ്കര ബാഡാണ്. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കുന്നത് ഇങ്ങനത്തെ ഡിലേസുകൾ, അതായത് ഡിലേ ബിക്കോസ് ഓഫ് ഇൻഎഫിഷ്യൻസി ഓഫ് സം സിസ്റ്റംസ്. ഇതിലേതെങ്കിലും സിസ്റ്റത്തിന്റെ ഇൻഎഫിഷ്യൻസി കാരണം ഡിലേസ് വരാതിരിക്കാൻ നോക്കും. കാരണം എന്ത് ഡിലേ വന്നാലും നമുക്ക് ആ സമയത്ത് തീർത്തേ പറ്റും. ലാസ്റ്റ് 20 മിനിറ്റ് കൊണ്ട് ATMസിലേക്ക് ലാസ്റ്റ് 20 മിനിറ്റ്സ് കൊണ്ട് 16 ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. 16 ഷോട്ട് വിത്ത് ലൈറ്റ് ചേഞ്ച് ആണ്. അതായത് 16 ഷോട്ട് വിത്ത് ലൈറ്റ് ചേഞ്ച് ഇൻ 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഷോട്ടിന് 30 സെക്കൻഡല്ലേ ഉള്ളൂ. 30 സെക്കൻഡിൽ പ്രഭു ലൈറ്റും ലെൻസും മാറണം. അയ്യോ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ചെയ്യുന്നത്. പ്രഭുക്ക് ഭയങ്കര ഭയങ്കര, ഭയങ്കര കാരണം അങ്ങനെ പറയുമ്പോൾ പ്രഭു പറയുന്ന പോലെ ഒത്തിരി സിനിമകളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. ബട്ട് അതിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഇവൻ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഹംസൊക്കെ ചെയ്തിരിക്കുന്ന നമ്മുടെ സെറ്റൊക്കെ ഇട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പുറത്ത് പറയാൻ പറ്റാത്ത കോസ്റ്റിലാണ് ചെയ്തത്. ഭയങ്കര മ്യൂസിക് വീഡിയോസിന്റെ ബാക്കപ്പും കൂടി ഉണ്ടല്ലോ. ഹംസ ഇത് 3 ഇപ്പോൾ ഫസ്റ്റ് 2 എപ്പിസോഡ്സ് കഴിഞ്ഞ് 5 ഡേയ്സ് നമ്മൾ പുറത്ത് ഷൂട്ട് ചെയ്തിട്ട് വരുമ്പം കാലഘട്ടം മാറ്റും ഈ തടിപ്പാലത്തിന്റെ. എന്നിട്ട് അടുത്തത് വരുമ്പം വീണ്ടും റോഡിന്റെ ചെറിയ ടാറ് കയറും, ബിൽഡിങ്സിന്റെ ഓട് കയറും. നോട്ടീസബിൾ അല്ല, പക്ഷേ നമുക്ക് പോസിബിൾ അല്ലാത്ത, നമ്മുടെ ഇതിനകത്ത് ഈ സെറ്റപ്പിൽ പോസിബിൾ അല്ലാത്ത ചില ഷോട്ടുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കോളനി മൊത്തം പൊളിക്കുന്നു, ജഗദീഷ് ചേട്ടൻ്റെ ഒരു മോണോലോഗിൽ ഇങ്ങനെ വരുന്നു, അപ്പോൾ ബാക്ക് ഡ്രോപ്പിൽ ഫുള്ള് പൊളിച്ചു പോവാണ്. ഒരു ഷോട്ടിൽ ഞങ്ങൾ അവിടെ ഇരുന്നൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു ഡിന്നർ ടേബിൾ, ഒരു ടേബിളിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ബാക്ക് ഡ്രോപ്പിൽ അത് പൊളിഞ്ഞു വീഴുന്നു. അപ്പൊ ഇതൊന്നും നമ്മളുടെ, കാരണം അത് പൊളിഞ്ഞു പോയാൽ കഴിഞ്ഞ് രണ്ടാമത്തെ ടേക്കിന് പോസിബിലിറ്റി. അപ്പൊ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. ഈ ഇത്രയും ലെങ്ത് ഉള്ള അത്രയും വലിയ ട്രാക്ക് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല, അത്രയും വലിയ ട്രാക്ക് ഇട്ട് കണ്ടിട്ടില്ല. അതൊക്കെ ഭയങ്കര എനിക്ക് ബഡ്ജറ്റിൽ ഒരു സാധനം ആഡ് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ പുരുഷപ്രേതം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് ചെറുതായി എക്സ്പ്ലോർ ചെയ്ത് ഓൾ ടീംസ് വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എന്ന് വെച്ചാൽ, ആക്ടർ മാർക്കിൽ വരണം, ഫോക്കസ് പുള്ളർ ഫോക്കസ് ആവണം, സിനിമാറ്റോഗ്രാഫി പരിപാടി ചെയ്യണം, ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റ് ചെയ്യണം, ആർട്ടിന്റെ സാധനം എല്ലാം കൂടെ ഒത്തു വന്നിട്ട് യു ഗെറ്റ് എ റിസൾട്ട്. അതിന്റെ ഒരു മാജിക് ഉണ്ടെന്ന് വെച്ചാൽ ക്യാമറ മോട്ടിവേറ്റഡ് ആയിരിക്കും. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെയല്ല, ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വീട് അങ്ങ് പൊളിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോട്ട് ഇങ്ങനെ വന്നിട്ട് വരുമ്പോൾ കറക്റ്റ് ആ സമയത്ത് ഒരു കാർ തെറിച്ചു പോകണം. ഇത് നമ്മൾ ഹോളിവുഡിലൊക്കെ കാരണം വി ആർ മാനിപ്പുലേറ്റിംഗ് ടൈം. ആൻഡ് നമ്മുടെ ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മുടെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ഒന്ന് ടൈം മാനിപ്പുലേറ്റ് ചെയ്യണം, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യണം. രണ്ടുമാണ് നമ്മുടെ മെയിൻ അജണ്ട. വിത്തൗട്ട് അസ് നോയിങ് ടൈം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റും, വണ്ടി മറിക്കാൻ പറ്റും. അത് കറക്റ്റ് ക്യാമറ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കും വണ്ടി പറയും. അങ്ങനെ അതിനകത്ത് രസകരമായ സാധനം നമ്മൾ ഈ ഇരുന്ന് ഡിന്നർ ടേബിളിൽ ഇരിക്കുന്ന മൈത്രേനും ഞാനും. അപ്പൊ മൈത്രേന്റെ പുറകിൽ അവിടെ ഇരിക്കുന്ന ഉണ്ട് നമ്മുടെ, അത് എന്റെ പുറകിലാന്ന് തോന്നുന്നു, നിരഞ്ജ്. ഈ
ഇതിനകത്ത് കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാം, അതിനകത്ത് ഈ പുറകിൽ പൊളിഞ്ഞു വീഴുന്ന ഒരു കമ്പ് വന്ന് നിരഞ്ജിന്റെ പുറത്ത് കുത്തിയപ്പോ പെട്ടെന്ന് നിരഞ്ജി ചാടി എഴുന്നേറ്റ് എന്നിട്ട് വീണ്ടും കാരണം അവിടെ കുത്തി എന്ന് പറഞ്ഞിട്ട് അയ്യോ പറയാനുള്ള സമയമില്ല, അടുത്ത take ഇംപ്രൂവൈസ് ചെയ്യാൻ പൊളിഞ്ഞു പോയി. അത് അപ്പോഴത്തേക്കും വളരെ എഫിഷ്യന്റ് വളരെ ക്വിക്കായിട്ട് ചാടി ചാടി എഴുന്നേറ്റ് അവിടെ അത് ഭയങ്കര ഞാനും നിരഞ്ജന്റെ അടുത്ത് നിന്നിട്ടാണ് ഷാദേട്ടാ ഞാൻ ചിലപ്പോൾ ഇത് ചത്തു കൊണ്ടുപോകുന്നു. അല്ല മാൻ, സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും റോങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ വന്ന് സഞ്ജുവിന്റെ തോളിൽ അങ്ങ് തൊടാൻ മതി. അപ്പൊ ആദ്യം ഒരു കമ്പ് വന്ന് നിരഞ്ജനെ അടിച്ചു, നിരഞ്ജ് പതുക്കെ എണിച്ചു. പിന്നെ രണ്ടാമത് ആ കമ്പ് നിരഞ്ജിരുന്ന കസേര എടുത്തോണ്ടങ്ങ് പോയി. ഷോട്ടിലുണ്ട് അവൻ എഴുന്നേറ്റുകൊണ്ട് രക്ഷപ്പെട്ടു. എഴുന്നേറ്റ ശേഷം ഭയങ്കര എഴുന്നേറ്റ് നേരെ തോളിൽ പിടിച്ചങ്ങ് നിന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് അത് ചത്തോ. മൈത്രേന്റെ ക്യാരക്ടർ ആക്ച്വലി ഡിസൈൻ ചെയ്ത് ഇപ്പൊ ഈ സംഭവ വിവരണം എന്ന് ടൈറ്റിൽ കൊടുത്തത് അക്ഷരത്തിൽ ഇതാവുന്നത് മൈത്രേന്റെ ക്യാരക്ടർ. അപ്പൊ ഈ ഇതിൽ തന്നെ പോകുമ്പോ ഈ പല ഏരിയയിലും പ്ലോട്ടിൽ നിന്ന് സബ് പ്ലോട്ടിലേക്ക് പോയിട്ട് അത് സബ് പ്ലോട്ടിലൂടെ പോകുന്നൊരു ഘട്ടം. പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സംഭവ വിവരണത്തിന്റെ ഇതിൽ വരുമ്പോ ജഗദീഷ് ചേട്ടൻ കറക്റ്റ് പറഞ്ഞത് ഓ പ്ലോട്ടിൽ നിന്ന് അത് വേറൊരു അത് ശരിക്കും ഈ മൈത്രേന്റെ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് അങ്ങനെ ഒരു ഓക്കെ ഇത് സബ് പ്ലോട്ടിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഒരു തോന്നൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ് ആണോ ശരിക്കും ഇത്? അങ്ങനെയല്ല. എനിക്ക് മൈത്രേന്റെ ക്യാരക്ടർ വന്നപ്പോഴത്തേക്ക് എനിക്ക് സബ് പ്ലോട്ടിൽ കോൺഫിഡൻസ് വന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമയിൽ ഇപ്പം മിയാൻഡറിങ് ഭയങ്കരമായിട്ട് ഉണ്ട്. ലൈക്ക് മിയാൻഡറിങ് ഫ്രം ദ മെയിൻ ഒബ്ജക്റ്റീവ്. ഇപ്പം പുരുഷപ്രയത്തിലാണെങ്കിൽ ദർശന വന്ന് കുഴി തോണ്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും യു ഷോ ടു കുഴിക്കുന്ന ആൾക്കാർ, വിച്ച് ഇസ് നോട്ട് റെലവന്റ്. അത് കട്ട് ചെയ്ത് 3 മിനിറ്റ് മാറും, 2 മിനിറ്റ് മാറും. നല്ല പ്രായമുണ്ടല്ലേ? നല്ല പ്രായമുണ്ട്. കൊച്ചു പെണ്ണാണ്, 35 വയസ്സ് വരുമല്ലേ? ഇന്ന് പേര് തമിഴ് പെമ്പർ. അവിടെ നീ അടിച്ചില്ലേ നിൽക്കാൻ പറ്റും. ഇത് വേണ്ട. പക്ഷെ ഞാൻ ആ സീനിൽ കയറുന്നതിന് മുമ്പൊക്കെ പലപ്പോഴും ഇങ്ങനെ ജമ്പ് ചെയ്ത് കയറാൻ വേണ്ടി ഒരു ഈ പീപ്പിൾ ഹു ആർ നോട്ട് പാർട്ട് ഓഫ് ദ നാരേറ്റീവിനെ യൂസ് ചെയ്യും. അത് എല്ലാത്തിലും യൂസ് ചെയ്യും. ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ഒരു ഇതെടുത്ത് എറിയുമ്പോഴത്തേക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്ത് എറിയുമ്പോഴത്തേക്കും ഓട്ടോ വൃത്തിയാക്കി എന്ന് വരുന്നത്. അപ്പൊ ദാറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. പക്ഷേ ഹൗ ദിസ് എഫക്ട്സ് ദ ലൈഫ് ഓഫ് അതേഴ്സ് എപ്പോഴും ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ മെയിൻ ക്യാരക്ടർ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ആൾക്കാരെ കൊണ്ട് എനിക്ക് മിയാൻഡറിങ് ഉണ്ട്. പക്ഷെ ഹിയർ സെന്തിലിന്റെ സ്റ്റോറിയിൽ ദ മിയാൻഡറിങ് ഇസ് ടു ബിഗ്. അപ്പൊ അത് ഞാൻ എനിക്ക് വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ടോക്കിംഗ് അബൌട്ട് ദി അനാറ്റമി ഓഫ് എ ഗ്യാങ് ആൻഡ് ക്രോണിക്ലിംഗ് ഇറ്റ്സ് ഗ്രോത്ത്. അപ്പൊ അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ആൾക്കാർ വന്നിട്ട് ഇവിടുത്തെ ഗ്യാങ്ങിനെല്ലാം അടിച്ച് തോപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ആക്ച്വലി ഇവരുടെ ഗ്യാങ് വീണ്ടും വരുമ്പോഴത്തേക്കും പൂക്കച്ചവടത്തിലും എല്ലാത്തിലും കയറുന്നത് റീസൺ. അപ്പൊ ആ റീസണിന് നമുക്ക് ടൈം കൊടുക്കാം. പക്ഷെ അത് കൊടുക്കാൻ വേണ്ടി എൻ്റെ മൈത്രേൻ തന്നൊരു ടൂളും ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ലൈക്ക് ലെറ്റ് ഇറ്റ് ബി വെരി സെൽഫ് അവെയർ ദാറ്റ് ഇത് മാറി പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പീപ്പിൾ ഓൾറെഡി ഗെറ്റ് ദാറ്റ് കോണ്ടെക്സ്റ്റ്. നമ്മൾ യൂട്യൂബിൽ പ്രിവ്യൂ കൊടുക്കുന്ന പോലെ അത് കോണ്ടെക്സ്റ്റ് മാറിപ്പോകുന്നു. ഇത് എങ്ങോട്ട് ഇനി പോവാണ് നോക്കട്ടെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഒരു ഡെലിബറേഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഈ പറഞ്ഞത് വെച്ചിട്ട് പറഞ്ഞു പറയുമ്പോൾ ഈ ഇവരുടെ വളർച്ച നമ്മൾ സാധാരണ സിനിമ കാണുമ്പോൾ ഒരാളുടെ വളർച്ച അവരുടെ പെർസ്പെക്റ്റീവിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇതങ്ങനെയല്ല. ഇതിന് അതായത് ഒന്ന് ചീഞ്ഞാണ് മറ്റതിന് വളമാവുന്നതെന്ന് പറയുന്ന പോലെ ഇവര് സെന്തിലിനെ അടിച്ചു, ചെയ്യുന്നതെല്ലാം നല്ലതിനൊന്നും എങ്ങനെ ഏത് പ്രിൻസിപ്പിൾസും വർക്കാവും. കാരണം ഈ സെന്തിലിനെ ഇവരടിച്ചു, സെന്തില് പോയിട്ട് തിരിച്ചു വന്ന് സകലമാന ആൾക്കാരെ അടിച്ചു. ഈ സകലമാന ആൾക്കാരെ അടിച്ച കൂട്ടത്തിൽ മൊത്തം താഴെ പോയപ്പോൾ ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടായി. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തതും നമ്മൾ അറിയാതെ അപ്പുറത്തു നിന്നൊക്കെ സംഭവിച്ചു വന്ന ചില കാര്യങ്ങളാണ്. ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഡീറ്റെയിലിംഗിൽ ഇത് ഈ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഇത് നമുക്കൊരു ഫുൾ സർക്കിളായിട്ട് ഈ സംഭവം നിൽക്കുന്നത്. ഓൾസോ മൈത്രേന്റെ ഈ ആ ഒരു ഡയമെൻഷൻ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ ചർച്ച ചെയ്യാൻ പറ്റിയതാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഇപ്പം നമ്മൾ എപ്പോഴും ഇപ്പം സിനിമാക്കാർ ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴും ഒരു സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴും വളരെ കെയർഫുൾ ആവുന്ന ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന സാധനം ഭയങ്കരമായിട്ട് ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൃഷ്ടാവിന്റെ എല്ലാ കാര്യങ്ങളെയും അതിനെ നിയന്ത്രിക്കാനൊരു സംഭവമായി. കാരണം ഭയങ്കര മോറൽ ഒരു ഡിലമ ക്രിയേറ്റ് ചെയ്യും. അത് എഴുത്തുകാർക്ക് അത്ര കണ്ടില്ല, സിനിമാക്കാർക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗാങ്സ്റ്റർ പരിപാടി ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആണത് ആ പരിപാടി. അതിന്റെ ഒരു 100 പ്രശ്നങ്ങളെ ഈ മൈത്രേനെ വെച്ച് സോൾവ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ അതിനകത്ത് ഇപ്പം നമ്മുടെ ടൈറ്റിൽ തന്നെ പോലും ഇങ്ങനൊരു പ്രശ്നം വരാൻ സാധ്യത അതുപോലും അതിനകത്ത് പരിഹരിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണോ രസം വേണോ, രണ്ടുപേരുന്ന കൊള്ളാല്ലേ എന്ന് പറയുന്ന ഈ രണ്ടുപേരും നമുക്ക് എല്ലാവർക്കും കൊള്ളാം. പക്ഷെ നമ്മളുടെ ഉള്ളിലെ നമ്മളുടെ മറ്റേ
ആളുണ്ടല്ലോ, അവർ സമ്മതിക്കില്ല, അത് പറ്റില്ല, ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പ്രശ്നമാണ്. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് പരിഹരിക്കപ്പെട്ടു. മൈത്രൻ ഇസ് ഇൻട്രസ്റ്റിംഗ്ലി സോൾവിങ്. പിന്നെ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ എപ്പോഴും അണ്ടർ ലേബിൾ നറേറ്ററും ഒക്കെ ഇത് ഭയങ്കര നോർമലാണ്. അപ്പോൾ അണ്ടർ ലേബിൾ നറേറ്റർ അരിക്കുട്ടനെ ആക്കാം, പക്ഷെ അരിക്കുട്ടൻ ഓൾറെഡി ഒരു സ്റ്റോയിക് നോട്ട് എ ഗുഡ് പേഴ്സൺ ആണ്. അരിക്കുട്ടൻ്റെ പെർസ്പെക്റ്റീവ് നോക്കണുണ്ട്. അരിക്കുട്ടന് മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു റിമോർസും റിഗ്രറ്റും ഒന്നുമില്ല. എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. അരിക്കുട്ടൻ വൈറ്റ് ടൈഗറാണ്. അയാൾക്കിത് ഇയാളിത് കടന്നു പോവും. ഈ ആൻഡ് ഈവൻ വന്ന് ഇയാളുടെ അടുത്ത് പറയുമ്പോഴും അരിക്കുട്ടൻ ഒന്നോ രണ്ടോ മൊമെൻറ്റേ ഉള്ളൂ വേർ എൻ്റെ ആത്മഹത്യയിൽ അത് വേണ്ടെന്നൊക്കെ ചെറുതായിട്ട് വിഷമത്തിൽ പറയുമെങ്കിലും. അപ്പോൾ ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് മൈത്രേനെ വെച്ചിട്ട് ഈ പോസ്റ്റ് മോഡേൺ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പല സാധനത്തിലും ഇതിന് കുറച്ചുകൂടെ റൊമാൻസ് വേണ്ടേ എന്നൊക്കെ പറയുന്ന കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്ലോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. ഓൾസോ ഈ ഹിസ്റ്ററി ബീങ് റീറിട്ടൺ എന്ന് പറയുന്നത് അത് യൂഷ്വലി ഗാങ്സ്റ്റർ ഓർ എ പേഴ്സൺ ഫ്രം അനദർ ക്ലാസ് അവർക്ക് ഹിസ്റ്ററി എഴുതാൻ പോലും പറ്റുന്നില്ല. ഇപ്പം മീഡിയ ഹിസ്റ്ററി ആണെങ്കിലും സെർവർ അപ്ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഡിലീറ്റ് ആയി പോകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനമൊക്കെ ഇത്രയും വന്നപ്പോൾ കിട്ടി. ഞാൻ ഇതിന് കണക്ട് ചെയ്ത് ചോദിക്കുന്നതാണ് ഒരു 3 കാര്യം. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യം പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നെപ്പോട്ടിസം, അതുപോലെ റിവ്യൂസ്, ഈ 3 കാര്യങ്ങള് അതില് ഒരു പെർസ്പെക്റ്റീവ് എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയില്ല. ഒരു മേക്കർ അതിന്റെ ഒരു ഇതാണ് ഞങ്ങളുടെ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് വെക്കുന്ന കാര്യം. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസും രസവും ഒന്നിച്ച് വേണോ എന്ന് പറയുന്ന മറ്റേ വേറൊരു കാര്യം വെച്ചാൽ ഇതിനകത്ത് ഈ ഇതിനകത്തായിരിക്കും എല്ലാവരും ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്നത്. വളരെ കുറച്ച് പേരുകൾ സ്വന്തം പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഇരട്ടപ്പേരുകൾ കുറവാണ്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വന്നുകൊണ്ട് ഒരാളെ ഇപ്പം നമുക്ക് എങ്ങനെ കളിയാക്കണമെങ്കിൽ, ഞാൻ ചിലപ്പോൾ കൃഷാന്തിനെ കളിയാക്കണമെങ്കിൽ ഞാൻ കൃഷാന്തിനെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വിളിക്കേണ്ടി വരും. കാരണം അങ്ങനെ കളിയാക്കാൻ പറ്റില്ല. വലിയ അല്ല അമിതാഭ് ബച്ചൻ എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് കളിയാക്കാനൊന്നും പറ്റില്ല. ആർക്കും ഇരട്ടപ്പേരില്ല. അപ്പൊ അത് നമുക്കെന്ന് വെച്ചാൽ അത് ഒരു പേഴ്സണൽ വാംത്തിനെയൊക്കെ എഫക്ട് ചെയ്യും. നമ്മളെപ്പോഴും ഒരാളെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ. അതൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്ക് ടു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഇപ്പൊ നെപ്പോട്ടിസത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ജയിലിൽ വെച്ച് അച്ഛനും മകനും തമ്മിൽ ഒരു ഡയലോഗ് കോൺവെർസേഷൻ ഉണ്ട്. എൻ്റെ അച്ഛൻ ഒരു സിനിമാക്കാരാണെങ്കിൽ ഞാനൊരു സിനിമാക്കാരൻ, എൻ്റെ അച്ഛൻ ജയിലിലായി ഞാനും ജയിലിലായി. റിവ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഹാഫ് മോശമാകുമ്പോ ഫസ്റ്റ് ഹാഫ് ഒന്നുകൂടെ എടുത്ത് വായിച്ചാൽ മതി. ഭയങ്കര കൂളായിട്ടാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങളിലൊക്കെ ഇതില് ഭയങ്കര ചിന്താഗതി മേക്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടാവോ അതോ ഇല്ല ഇത് ഫണ്ണാണ് ഞാൻ ഈ രീതിയിൽ അവതരിപ്പിക്കും എന്നൊരു തോട്ട് പ്രോസസ് ആണ് എനിക്ക്. നെപ്പോട്ടിസം സ്ഥാനത്ത് ഭയങ്കര ചിന്താഗതി ഉണ്ട്. അത് കുറച്ചൊരു പൊളിറ്റിക്സും കൂടെ സബ് ലെയർ ആയിട്ട് വരുന്നു. സെക്കൻഡ് ഹാഫ് 2 പ്രാവശ്യം കണ്ടാന്നുള്ളത് ജഗദീഷ് സാറിന്റെ ബുക്ക് വായിച്ചു ഭയങ്കര മോശം. എന്നാ നീ വായിക്കേണ്ടെന്ന് കണ്ടാണ് ഇത് വേറൊന്നും ആണ് എഴുതുന്നത്. അപ്പൊ ജഗദീഷ് സാർ പറഞ്ഞു എന്നാ ഫസ്റ്റ് ഹാഫ് 2 പ്രാവശ്യം കണ്ടാൽ മതി എന്ന്. സാർ പറഞ്ഞു എൻ്റെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ എൻ്റെ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുണ്ട്. എന്നിട്ട് സാർ അതങ്ങ് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചു. നിങ്ങൾക്ക് സർപ്രൈസ് അല്ലേ അതിൽ ശരിക്കും എഴുതിയത് എന്തായിരുന്നു? ശരിക്കും അത് പുള്ളി സൗകര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ കണ്ടാൽ മതി എന്നാ. സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നാ കണ്ടാണ് അത്. അപ്പം ഇത് ജഗദീഷ് സാർ ഇങ്ങനത്തെ 2-3 സാധനങ്ങൾ വെച്ചിരുന്നു. പിന്നെ 3ാമത്തെ ഏതാണ് നമ്മൾ പറഞ്ഞ ഇത് റിവ്യൂസ്. അതന്നെ ഈ 3 റിവ്യൂസ്, നെപ്പോട്ടിസം, പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ലൈക്ക് എനിക്ക് 4.5 എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ട്. എൻ്റെ പ്രശ്നം അത് ലൈക്ക് if somebody made something called 4.5 I'd be very offended to call a person half a human. ഇത് ഞാൻ തന്നെ എന്നെ കോൾ ഔട്ട് ചെയ്തു. ശാന്തിയുടെ അടുത്ത് വെച്ച് ശാന്തി കോൾ ഔട്ട് ചെയ്തു. നമ്മുടെ ടീമിൽ തന്നെ പല ആൾക്കാർ ഇത് കോൾ ഔട്ട് ചെയ്തു. പക്ഷേ ഇത് 4.5 ഗ്യാങ് എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചിയിൽ അങ്ങനത്തെ ഒരു ഗ്യാങ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് 4.5 എന്നല്ല 16 കൂട്ടം 12 കമ്പനിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹാൻഡിക്യാപ്ഡ് ആളെ 0.5 എന്നൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അത് റിയൽ സാധനമാണ്. അപ്പം നമ്മൾ അതിനെ ഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വിചാരിച്ചു ലെറ്റ് മീ മേക്ക് ദ 0.5 the strongest character and also call him 0.5. Now there is an idiosyncratic it is art ഭയങ്കര സബ്ജക്റ്റീവ് അല്ലേ. ലെറ്റ് സി ഹൗ പീപ്പിൾ റിയാക്ട് എന്ന് വിചാരിച്ചു. പക്ഷെ ഓൾസോ ഇതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് വെച്ചാൽ ഫിലിം മേക്കർ ഇതിനെക്കുറിച്ച് അവെയർ തന്നെയാണ് എന്ന് എനിക്ക് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് സെൽഫ് അവെയർ ആയിട്ട് തന്നെ അത് പറയട്ടെ എന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ കംപ്ലീറ്റ്ലി അൺഅവെയർ ആയിട്ട് നമ്മൾ അറിയാതെ ഒരാളെ കളിയാക്കുന്നതല്ല, നമ്മൾ അവെയർ തന്നെയാണ്. പക്ഷെ ഇത് ഇങ്ങനെയാണ് ഈ സാധനം. ആൻഡ് ഓൾസോ ഫൺ പാർട്ട് ഇങ്ങനെയാണ്, എന്റർടൈൻമെന്റ് ഇങ്ങനെയാണ്. ദിസ് ഇസ് ആൻഡ്
and see how you react with it. ആൻഡ് അയാളാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള അതെ ആൾ. അതെ, അയാൾ ബിസിനസ്മാനും, അയാൾ ഭയങ്കര ബിസിനസ്മാൻ. ഞങ്ങൾക്ക് പൈസ തരുന്നതും. അതെ. അപ്പൊ അങ്ങനത്തെ ആളാണ് ഏറ്റവും ആദ്യം ഓൺടർപ്രണർ ആവുന്നത്, അത് രക്ഷപ്പെടുന്ന ആള് ഇയാളാണ്. ഈ ആർട്ട് ഈസ് നോട്ട് ടു ബി എക്സ്പ്ലെയിൻഡ്, ഇറ്റ്സ് ടു ബി എക്സ്പീരിയൻസ്ഡ് എന്നുള്ള ഒരു കോട്ടിൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ആർട്ട് ഈസ് നോട്ട് ടു ബി എക്സ്പ്ലെയിൻഡ് ബട്ട് ടു ബി എക്സ്പീരിയൻസ്ഡ്. അങ്ങനെയൊന്നുമില്ല. ആർട്ട് ഈസ് വെരി സബ്ജക്റ്റീവ്. വാട്ട് യു തിങ്ക് ഇസ് ആർട്ട് മേ നോട്ട് ബി ആർട്ട് ഫോർ മീ. എനിക്ക് സിനിമ പ്രോസസ്സാണ് ആർട്ട്. ലൈക്ക് വൈൽ മേക്കിംഗ് ഇറ്റ്, ആ വൈൽ മേക്കിങ്ങിൽ കിട്ടുന്ന കെമിക്കൽ ചേഞ്ചസ് എൻ്റെ ബോഡിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കോമള താമരയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ അരിക്കുണ്ട ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര രസമാണ്. അതിനെ പ്രോഡക്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് അതിൽ നിന്നും സാമ്പത്തികം ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചില്ലെങ്കിൽ ഞാൻ മറ്റേ വല്ലവൻ്റെയും പൈസ എടുത്തിട്ട് അതായി ആക്ച്വലി പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പറയുന്ന ഒരു പടം കണ്ടിട്ട് അത് ഭയങ്കര രസമെന്ന് പറയുമ്പോൾ ആണല്ലേ, അപ്പം നമ്മൾ ആലോചിക്കുന്നത് അത് ഷൂട്ട് ചെയ്തതിൻ്റെ അതൊക്കെ നമുക്കത് കിട്ടില്ല. അത് നമ്മളുടെ വിധി അതാണ്. അപ്പം ചെയ്തോട് നമുക്ക് ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഭക്ഷണം നന്നായി കുക്ക് ചെയ്യുന്നവർക്ക് അത് ചിലപ്പോൾ കഴിക്കാൻ പറ്റണമെന്നില്ല. ഒരാൾ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ അവരുടെ എൻജോയ്മെന്റ് കഴിഞ്ഞു എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം ചിലപ്പോൾ കാണുമ്പോൾ കിട്ടില്ല. അതെ, ഞാൻ ഈ പ്രോസസ് ഓഫ് മേക്കിംഗ് ആർട്ട് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് ക്യാപിറ്റലിസത്തിലാണ്, മണിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷെ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ നെർവസ് സിസ്റ്റത്തിന് ഹാം ചെയ്യുന്നതും അങ്ങനത്തെ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരോട് ഞാൻ കൊളാബറേറ്റും ചെയ്യത്തില്ല. അപ്പോൾ സോ ദാറ്റ് ഈ പ്രോസസ്സ് നമുക്ക് അങ്ങ് എൻജോയ് ആൻഡ് വി ഹാവ് ദ മോസ്റ്റ് എന്ന് വെച്ചാൽ ഫൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദവും ക്രിക്കറ്റ് കളി അങ്ങനത്തെ ഫണ്ണല്ലേ ഞാൻ പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കൊതിച്ച് ഈ പ്രോസസ്സ് വന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഈ പണ്ടാരം ചെയ്യാൻ വേണ്ടിയാണ് കൊതിച്ചെന്ന് തോന്നിയ പല ദിവസമാണ്. ഈ ഗാങ്സിൽ 2-3 പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനു വേണ്ടി ഞാൻ എത്ര കാലം ആഗ്രഹിച്ചു, എന്നിട്ട് ഇതാ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ അതുകൊണ്ട് ആ പ്രോസസ്സിന് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഷുഡ് ഹാവ് ഫൺ, മൈ ടീംമേറ്റ്സ് ഷുഡ് ഹാവ് ഫൺ. ഈവൻ ഇതിൻ്റെ എന്നെക്കാട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. ഞാൻ പറയുന്നത് ഫിസിക്കലി മാത്രമേ, വേറൊരു രീതിയിലും അല്ല. അത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഫിസിക്കലി എന്നെക്കാട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കും ഇതിൻ്റെ ഈ പ്രോസസ്സിൻ്റെ അകത്ത് അവർക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു സ്കോപ്പ്. അപ്പോൾ എനിക്ക് ആർട്ട് പ്രോസസ്സാണ്. മറ്റേ വേറെ എല്ലാം ഇത് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ആർട്ടിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഇപ്പം നേർഡ് റൈറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ. ഭയങ്കര സബ്ജക്റ്റ്. ഈ ഫിലിമോഗ്രഫിയിൽ ഈ ഭയങ്കര ഈ നമ്മൾ ചിലപ്പോൾ ഇത് പുറത്തുനിന്ന് കാണുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ സംഘർഷഘടന ഒരു 2 മാസം മുമ്പ് റിലീസ് ചെയ്യുന്നു, 4 സംഘം ഇപ്പം റിലീസ് ചെയ്യുന്നു, മസ്തിഷ്ക മരണം ഓൾറെഡി കഴിഞ്ഞു, പോസ്റ്റിലാണല്ലോ. ഈ ഭയങ്കര ഫട്ടാഫട്ട് മേക്കിംഗ് അല്ലെങ്കിൽ ഭയങ്കര ഈ പറയുന്ന പോലെ വർക്ക് ഹോളിക് എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ടാണോ ഈ പറഞ്ഞ പോലെയുള്ള ഇത്, അതോ റിലീസ് ഇങ്ങനെ ആയതുകൊണ്ട് സംഘർഷൻ വാസ് ഡൺ ഇൻ ഒക്ടോബർ 2023 ഷൂട്ട് ഫിനിഷ്. ഇത് മെയ് 2024 സീരീസ് തീർന്നത്. 2ന്റെ പോസ്റ്റ് ഒത്തു കയറി. എന്നിട്ട് പാരലി ചെയ്തു. എന്നിട്ട് അത് പാരലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘർഷയുടെ പോസ്റ്റ് വാസ് ഹാപ്പനിങ് വൈൽ വി വർ ഷൂട്ടിംഗ് 4 സംഘത്തിന്റെ ഷൂട്ടിന്റെ ഇടയിൽ സംഘർഷയുടെ പോസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്തത് സംഘർഷനെ ഇറക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്ന് വെച്ചാൽ എനിക്കത് പെട്ടെന്ന് ഇറക്കാനൊന്നും പറ്റില്ല, അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ഇതും അങ്ങനെയൊക്കെ. പിന്നെ 4 സംഘം ഗോട്ട് ഡിലേഡ് ബൈ ഓൾമോസ്റ്റ് 9 months. ലാസ്റ്റ് ഡിസംബർ ജനുവരിയിലാണ് നമ്മുടെ അടുത്ത് ഡേറ്റ് ആദ്യം കമ്മ്യൂണിക് ചെയ്തത്. അപ്പോൾ 9 months ഡിലേ വന്നു. ആൻഡ് ഈ ഡിലേ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് തോന്നി ബാക്ക് ടു ബാക്ക് ഇത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ചോക്കിംഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഹൗ കോർപ്പറേറ്റ്സ് വർക്ക്. അവർ മെറ്റീരിയൽ ഇട്ട് ചോക്കിങ്, എനിക്ക് ആ മെറ്റീരിയൽ ചോക്കിങ്ങിൻ്റെ ഒരു അവസരം കിട്ടി, ഞാൻ സഹായിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ബ്രാൻഡിങ്ങും PR-ഉം എല്ലാം ഒരുപാട് നടക്കും. അപ്പോൾ നമുക്ക് വേണ്ട സിനിമ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇതിൽ നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ ആ ഒരു ഇനിയുള്ളൊരു യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ആഫ്റ്റർ 4.5 ഗ്യാങ് ഇല്ല, നല്ല റെസ്പോൺസ് ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മളെ അങ്ങനെ വിളിച്ച് പറയുകയൊക്കെ വളരെ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതെനിക്ക് 1000 റിവ്യൂസ് കണ്ടപ്പോൾ ഒരുപാട് പേര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 സംഘം കണ്ടപ്പം അതിനേക്കാളേറെ. കാരണം എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ടിലും ഈ പറയുന്ന പോലെ 4 കാലഘട്ടത്തോളം 4-5 കാലഘട്ടമുണ്ട്. രണ്ടിലും
രണ്ടും പക്ഷെ ടോട്ടലി ഡിഫറെൻറ്റ് ക്യാരക്ടറായി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ എത്രയോ നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു പരിപാടിയായിരിക്കും. ഞാൻ 1983 കഴിഞ്ഞപ്പോൾ മുതലേ കൊതിക്കുന്നത് എനിക്ക് ഫേസസ് പ്ലേ ചെയ്യണം, അങ്ങനത്തെ സിനിമകൾ വരണം. അതെനിക്ക് സംഭവിച്ച 2 എണ്ണമായിട്ട് ഈ അടുപ്പിച്ചെന്നെ കിട്ടി. അതെ അറൗണ്ട് 10 വർഷത്തിന് ശേഷമാണ് എനിക്കത്. അപ്പോൾ അത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന കോളുകളും അതുപോലെ തന്നെ നമുക്കിപ്പം ആൾക്കാർ റെസ്പോണ്ട്. ഇപ്പം ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം പൃഥ്വിരാജ് മെസ്സേജ് അയച്ചു കണ്ടിട്ട്. അദ്ദേഹം ഷൂട്ടിൽ തിരക്കിലാണ്. അതിനിടയ്ക്കും നമ്മൾ സീരീസ് കണ്ട് അതിന് മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഓരോരുത്തരും നമ്മളെ വിളിച്ച് അതിനെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വരുന്ന കാര്യങ്ങൾ ഇപ്പം മസ്തിഷ്ക മരണം വീണ്ടും മസ്തിഷ്ക മരണത്തിലുണ്ട്. ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു ഹേമന്ത് എന്ന് പറഞ്ഞിട്ട് പുതിയ ഡയറക്ടറുടെ സിനിമ ചെയ്തു. പിന്നെ അടുത്തൊന്നുണ്ട് നല്ല നല്ല പരിപാടികൾ ഇങ്ങനെ പറയാറായിട്ടില്ല. മസ്തിഷ്ക മരണം എന്താണ് ആക്ച്വലി മീൻസ് അതിനൊരു ലോക്ക് ചെയ്തൊരു റിലീസ് I will hand over the film by November end. ഡിസംബറിൽ അജിത് വിനായകയുടെ കയ്യിലായിരിക്കും സിനിമ. അവര് ഡിസംബറിൽ തന്നെ തീരുമാനിച്ചാൽ ഡിസംബറിൽ ഇറക്കും. അത് ബേസ്ഡ് ഓൺ അതർ ഫിലിംസ് ഒക്കെയാണ്. മസ്തിഷ്ക മരണം സൈബർ പങ്ക് ഫിലിം. അപ്പം ഒരു മലയാളത്തിലൊരു സൈബർ പങ്ക് പരിപാടിയാണ്. പക്ഷേ പോസ്റ്റ് അപ്പോക്കലിപ്റ്റ് വെറും സൈബർ പങ്ക് ലൈക്ക് ഇൻ 2040 നടക്കുന്ന ഒരു ഫിലിമാണ്. ആൻഡ് ഇറ്റ്സ് അതിന്റെ അങ്ങനത്തെ പരിപാടികളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓൾസോ ആൻ എൻഡ് ടു എൻഡ് കോമഡി. ഐ വിൽ കാൾ മസ്തിഷ്ക മരണം മൈ ഫസ്റ്റ് എൻഡ് ടു എൻഡ് ഹ്യൂമർ പടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗാങ്സിലാണെങ്കിൽ ഹ്യൂമർ ഇസ് യൂസ്ഡ് ആസ് എ മെക്കാനിസം ടു പ്രൊപ്പൽ ദ ഫിലിം ഫോർവേഡ്. പക്ഷേ ഇത് മസ്തിഷ്ക കാരണം പക്ഷെ ഭയങ്കര ഫണ്ണാണ്. അത് തമാശ തന്നെയാണ് അതിന്റെ മെയിൻ ഇത്. പക്ഷെ എന്താ പറയുക ഹൈ ഫണ്ട സൈഫൈയുടെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ജോക്ക് വരുന്ന പരിപാടിയാണ്. ടെക്കീസിന് മാത്രം അങ്ങനെ സൈബർ പങ്ക് എന്നുള്ള രീതിയിൽ നൗ ഐ തിങ്ക് ഇത്രയും ഹ്യൂമർ ഉള്ളതുകൊണ്ട് people will open up to another space of genre. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ബാധ്യതയും കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ആൾക്കാർക്ക് വിഷ്വൽ കൾച്ചറിന്റെ സിനിമ വിഷ്വൽ കൾച്ചറിന് നെഗറ്റീവ് ഫ്രെയിംസിനെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ പതുക്കെ വരുന്നത് ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒക്കെ പ്രിവിലേജിന്റെ ഒക്കെ ഇതായിട്ട് അതുപോലെ ഇപ്പൊ സൈബർ പങ്ക് എന്ന ജോണർ മലയാളത്തിൽ ആൻഡ് സൈബർ പങ്ക് ആണെന്നൊന്നും ആൾക്കാർക്ക് തോന്നില്ല. ഇത് ഫിലിം ബഫ്സിനെ അറിയാവും സൈബർ പങ്ക് ആണെന്ന്. അല്ലാതെ ആൾക്കാർക്ക് ഒരു സാധാരണ സിനിമ ആ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റും. അതെ അത് ഈവൻ സീരീസും അങ്ങനെയല്ല. സീരീസ് ഭയങ്കര ഇത് എന്താ നോർമൽ പരിപാടികളാണ്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം അണ്ടർലൈൻ ക്രൗഡ് ഇസ് വെരി ലെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പീപ്പിൾ ഹൂ like cinema and the people who call themselves film buffs are very less. ഞാൻ അല്ലാതെ സാധാരണ ആൾക്കാരാണ് ആക്ച്വലി പൈസ എന്നത് കാണുന്നത് കേട്ടോ. ഫിലിം ബഫ്സിന് എനിക്ക് ആക്ച്വലി പേടിയും കൂടെ. ഇവരെ ടെലഗ്രാം എന്നൊക്കെ കാണും. ഞാനും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറ്റം പറയാൻ ഞാൻ നമ്മുടെ സമയത്ത് ടോറന്റ് ആണ്. അപ്പൊ എനിക്ക് സീരിയസ് അലിഗേഷൻ ഓണം എന്ന് വെച്ചാൽ നമുക്ക് അല്ലാതെ പല മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടും. വി ഡോണ്ട് ഗെറ്റ് എ ലോട്ട് ഓഫ് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ ആ സമയത്ത് പൈററ്റ് ബേയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ കിട്ടുന്ന സാധനം നമ്മൾ അവിടെ നിന്ന് കാണത്തുള്ളൂ. അത് കാരണം ശീലത്തിന്റെ ഭാഗമായില്ലേ. എന്റെ പഴയ നെയ്ബർ പെങ്കൊച്ചെന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എപ്പോഴാ ടെലഗ്രാം ഇറങ്ങുന്നത്. ടെലഗ്രാം ഒരു OTT അല്ല. മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള യാത്ര എന്ന് പറയുന്നത് ഈ പറഞ്ഞ മോഹൻലാൽ സിനിമ അത് ഉണ്ടല്ലോ ഒരു പൈപ്പ് ലൈനില് നേരെ നെക്സ്റ്റ് കടക്കുന്ന ഇപ്പൊ അതിന്റെ വർക്ക് കംപ്ലീറ്റ്ലി അപ് ടു their ഡിസിഷൻ. എൻ്റെ സൈഡിൽ നിന്നുള്ളത് പിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് 1-2 സിറ്റിങ്ങുകൾ ബാക്കിയുണ്ട്. മണിയമ്പിള്ള സാറും അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൗ അവർ എഗ്രി ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ഡേറ്റ്സ് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ അത് നടക്കും. അല്ലെങ്കിൽ ഐ ഹാവ് 2-3 പരിപാടി ഓർഗനൈസ്ഡ്. പക്ഷേ ഈ മാജിക് സംഭവിക്കട്ടെ എന്നാണ്. സംഭവിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഭയങ്കര അടിപൊളി കോൺവെർസേഷൻ ആയിരുന്നു.